വന്നിരിക്കുന്ന വിശ്വാസികൾ ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പ്രിയ അച്ഛൻ നമ്മോട് വചനത്തിൽ നിന്നും അനുഗ്രഹമായ ഒരു സംഭാഷണത്തിലുണ്ടായി. 1-ാം ദിവസം വിശ്വാസം എന്ന വിഷയമെടുത്തുകൊണ്ട് എബ്രായ ലേഖനത്തിൽ നിന്നും സംസാരിച്ചു. വാട്ട് ഈസ് ഫെയ്ത്ത്? വിശ്വാസം എന്താകുന്നു? നമ്മുടെ ജീവിതയാത്രയിൽ വിശ്വാസത്തെ സ്ഥാനം എന്താകുന്നു എന്നൊക്കെ പഠിപ്പിച്ചു. ഇതിൽ 2-ാം ദിവസം പ്രിയ അച്ഛൻ നമ്മോട് ഓരോ മനുഷ്യന്റെ ജീവിതത്തിലെ ചില അർത്ഥങ്ങൾ എന്തൊക്കെയാകുന്നു എന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ചു. പ്രിയ അച്ഛൻ കൂടി പല ഇടങ്ങളിൽ ലഭിക്കുന്ന അനുഗ്രഹമായ ശുശ്രൂഷകൾ ദൈവത്തെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്തു. വചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, റിഫ്ലക്ട് ചെയ്യുവാൻ ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ, അനുഗ്രഹങ്ങൾ വചനം മനസ്സിലാക്കി അതോരോ വ്യക്തികളുടെ ഹൃദയത്തിലേക്ക് അത് കൊടുക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന വലിയ കഴിവുകളുണ്ട്. ദൈവത്തെ സ്തോത്രം ചെയ്യുക. പ്രിയ അച്ഛൻ്റെ ശുശ്രൂഷകൾ മുമ്പോട്ട് അനുഗ്രഹമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ സന്ധ്യായോഗം നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ കൺവെൻഷൻ കഴിഞ്ഞ മടങ്ങിൽ പോകുമ്പോൾ വാട്ട് ഡിഡ് ദിസ് കൺവെൻഷൻ ഗിവ് മീ? ഈ കൺവെൻഷൻ കൂടി ഞാൻ എന്ത് പ്രാപിച്ചു, എന്ത് എനിക്ക് ലഭിച്ചു എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന വലിയ ആവശ്യമുള്ള കാര്യമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൽ അവസാന ഭാഗം പറഞ്ഞ കാര്യമാണ് ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്. നിങ്ങൾ പോയി ശിഷ്യർ ആക്കുക എന്നാണ്. ഞാൻ ശിഷ്യനായി മാറുമ്പോൾ എനിക്ക് ശിഷ്യനാക്കുവാൻ സാധിക്കും. ഞാൻ ശിഷ്യനാകാതെ എനിക്ക് ആരും ശിഷ്യനാക്കാൻ സാധിക്കില്ല. ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്. ഗോസ്പൽ ഈസ് ടു ഗോ ആൻഡ് സ്പെൽ ദ വേർഡ് ഓഫ് ഗോഡ്. നാം ഈ ദിവസങ്ങൾ കേൾക്കുന്ന വചനം ഗോസ്പൽ. നാം ഓരോ പ്രവർത്തനം ചെയ്യുമ്പോൾ ഈ ഗോസ്പൽ ഇതിൽ കൂടി മുമ്പോട്ട് വരുന്നു. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, മൈ ഡീഡ്സ് വിൽ ഷോ മൈ ഗോസ്പൽ. പല വ്യക്തികൾ പല ആളുകൾ അവരുടെ ജീവിതയാത്രകളോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ചില പ്രവർത്തനം കാണുമ്പോൾ ജനങ്ങൾ പറയും യു ആർ എ ക്രിസ്ത്യൻ, നിങ്ങൾ ക്രൈസ്തവരാണ്. ക്രിസ്ത്യൻ ക്യാൻ ഡു സംതിങ് ലൈക്ക് ദിസ്. ക്രൈസ്തവൻ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ അവിടെയാണ് ഗോയിങ് ആൻഡ് സ്പ്രെഡിങ് ദ ഗോസ്പൽ ടു ദിസ് വേൾഡ്. ഞാൻ ഒരുപാട് സംസാരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രവർത്തനങ്ങൾ മാത്രം മതി ജനങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം ഒരു ക്രൈസ്തവനാണ്, കർത്താവിൻ്റെ ശുശ്രൂഷകളാണ്. നമ്മൾ കേൾക്കുന്ന ഓരോ വചനങ്ങൾ, നമ്മൾ ഈ ദിവസങ്ങൾ പഠിക്കുന്ന ഓരോ പാഠങ്ങൾ കർത്താവ് അപ്രകാരം നയിക്കുന്ന പ്രാർത്ഥന ജോസഫ് അച്ഛൻ്റെ വചന ശുശ്രൂഷ കേൾക്കുമ്പോൾ ദൈവകൃപയിൽ അനുഗ്രഹമായ രീതിയിൽ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ അച്ഛൻ ഈ വർഷം നമുക്ക് കൺവെൻഷൻ ലഭിച്ചത് ദൈവത്തിന്റെ നിയോഗമായിട്ട് കാണുകയാണ്. നമുക്ക് ഒരുമിച്ച് വന്ന് പ്രാർത്ഥിപ്പാൻ ഈ ഇടവകളുടെ ആവശ്യങ്ങൾ ദൈവസ്ഥലത്തിൽ വെക്കുവാൻ ഈ ദിവസത്തിൽ ദൈവം സഹായിച്ചതുപോലെ ദൈവത്തെ സ്തോത്രം ചെയ്യുകയും ഈ സന്ധ്യാസമയത്ത് ഈ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം നൽകട്ടെ. ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ വീണ്ടും പറയട്ടെ, you should go and spell the word of God. You should become the gospel wherever you are. You should be the walking gospel in this earth. Your deeds should show that you are the gospel living in yourself. നമ്മൾ ഓരോരുത്തർ വചനമായി തീരുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കൺവെൻഷൻ പ്രോഗ്രാമുകൾ ചേർന്ന് ഗീതം ആലപിക്കുകയും അതിനുശേഷം പ്രിയച്ഛൻ ഈ സന്ധ്യായോഗത്തിന്റെ നമുക്ക് നൽകുന്ന നമുക്ക് വേണ്ടി നൽകുന്ന അനുഗ്രഹമായ വചന ശുശ്രൂഷ ചെല്ലാതെ ഇപ്പോൾ കൺവെൻഷൻ പ്രോഗ്രാമുകൾ ചേർന്ന് ഗീതമാണ്. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുക തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാം. യേശുവിൻ സുവിശേഷം ദിവ്യമാകുമദേശം കേൾക്കുക നാം, കേൾക്കുക നാം ഇവന്റെ വാക്യങ്ങൾ, കേൾക്കുക നാം, കേൾക്കുക നാം ഇവന്റെ വാക്യങ്ങൾ. ദൈവം
വചന ശുശ്രൂഷിക്കാൻ ജോസഫിനെ സ്വാഗതിച്ചു. സഹോദരി സഹോദരന്മാരെ, ഇന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതലുള്ള തിരുവചനങ്ങൾ ആമുഖമായി അത് വായിച്ചു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന്. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത 5 പേരുകളിലാണ് ലൂക്ക സുവിശേഷം അറിയപ്പെടുക. 5 പേരുകൾ. ഒന്ന്, യാത്രയുടെ സുവിശേഷം. ലൂക്കാ സുവിശേഷം മുഴുവൻ യാത്രയാണ്. ഗലീലിൽ നിന്നും 117 കിലോമീറ്റർ മുകളിൽ യൂദയാണ്. ആ 117 കിലോമീറ്റർ നടക്കുമ്പോൾ ആ വഴിയിൽ വെച്ച് യേശു പഠിപ്പിച്ചതാണ് ലൂക്കായുടെ സുവിശേഷം. യാത്രയിലെ സുവിശേഷമാണ്. ഇത് മുഴുവൻ യാത്രയുമാണ്. സക്കറിയായുടെ വീട്ടിലേക്കുള്ള മറിയമിന്റെ യാത്ര, ബേത്ലഹേം യാത്ര, ഈജിപ്ത് യാത്ര, മടക്കയാത്ര, നല്ല സമരായന്റെ യാത്ര, എമ്മാവൂസ് ശിഷ്യന്മാരുടെ യാത്ര. ലൂക്കോസിന്റെ സുവിശേഷം മുഴുവൻ യാത്രയുടെ സുവിശേഷമാണ്. അറിയപ്പെടുന്നു ദ ഗോസ്പൽ ഓഫ് ജേർണി. അത് യാത്രയുടെ സുവിശേഷം. 2, പാപികളുടെ സുവിശേഷം. ദ ഗോസ്പൽ ഓഫ് സിന്നേഴ്സ്. പാപികളുടെ സുവിശേഷം. പാപിനിയായ സ്ത്രീ, സക്കായി, പരിസേയൻ, മൂത്തപുത്രൻ, മുടിയപുത്രൻ. ഇത് പാപികളുടെ സുവിശേഷം. 1, യാത്രയുടെ. 2, പാപികളുടെ. 3, ഇന്നിന്റെ സുവിശേഷം. ഇന്ന്, ഇപ്പോൾ രക്ഷ. ഇന്നിന്റെ സുവിശേഷം. ലൂക്കോസ് സുവിശേഷം മുഴുവൻ നിറയുന്ന വാക്കാണ് ഇന്ന്. 2:11 ഇടയന്മാരോട് മാലാഖമാർ പറഞ്ഞു, ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. 4:21 നിങ്ങൾ കേട്ടിരിക്കുന്നതിനെ തിരുവെഴുത്തുകൾ ഇന്ന് നിലനിന്നിരിക്കുന്നു. 19:5 സക്കായ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ താമസിക്കും. 19:9 സക്കായ ഇന്ന് നിന്റെ കുടുംബം രക്ഷപ്പെട്ടു. 23:43 മകനെ ഇന്ന് രാത്രി നീ എന്നോടുകൂടി പരദേശില്ല. 2:11 4:21 19:5 19:9 23:40 ഇന്ന് രക്ഷ. 1, യാത്രയുടെ സുവിശേഷം. 2, പാപികളുടെ സുവിശേഷം. 3, ഇന്നിന്റെ സുവിശേഷം. 4, ദ ഗോസ്പൽ ഓഫ് പേഴ്സ്. ജോഡിയുടെ സുവിശേഷം. ലൂക്കോസിൽ മാത്രമാണ് ജോഡികൾ. എത്ര ജോഡികളാണ്? മർത്ത, മറിയം, പരിസേയൻ, ചുങ്കക്കാരൻ, ധനവാൻ, ലാസർ, മുടിയപുത്രൻ,
വലതുപുസ്തകങ്ങൾ ഇടതുപുസ്തകങ്ങൾ നന്മതിന്മ പഠിപ്പിക്കുന്ന ജോലിയുടെ സുവിശേഷം. 5 ദ ഗോസ്പൽ ഓഫ് പ്രേയർ, പ്രാർത്ഥനയുടെ സുവിശേഷമാണ്. ലൂക്കാസ് സുവിശേഷം മുഴുവൻ പ്രാർത്ഥനയാണ്. 1-ാം അധ്യായത്തിൽ സക്കറിയായുടെ ദേവാലയ പ്രാർത്ഥന, 24 തീരുമ്പോൾ എമ്മാവൂസ് ശിഷ്യന്മാരുടെ പ്രാർത്ഥന, 23 കുരിശിലെ പ്രാർത്ഥന, 22 ഗെത്സമേൻ തോട്ടത്തിലെ പ്രാർത്ഥന, യേശുവിന്റെ മാമോദീസ, എരുമയും പോത്തിനെയും കുളിപ്പിച്ച കോളത്തിലല്ല. ആ പ്രാർത്ഥനയിൽ മുങ്ങിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അവന്റെ പ്രലോഭനം പ്രാർത്ഥനാലയമായ ദേവാലയ ഗോപുരത്തിൽ മുഴുവൻ പ്രാർത്ഥനയാണ്. ഇവിടെയാണ് ഗെത്സമേനിലെ പ്രാർത്ഥന ആമുഖമായി നമ്മൾ വായിച്ചു. യേശു ശിഷ്യന്മാരെ കൂടി ഗെത്സമേൻ എന്ന തോട്ടത്തിൽ വന്നു. ഗെത്സമേൻ എന്ന അറമായ വാക്കിന്റെ അർത്ഥം ഒലിവ് ആട്ടുന്ന ചക്കോട്ട സ്ഥലം. അതാണ് ഗെത്സമേൻ. ആ ഭാഷയുടെ വാക്കിന്റെ അർത്ഥം ഒലിവ് ആട്ടുന്ന ചക്കോട്ട സ്ഥലം. അവിടെ യേശു പ്രാർത്ഥിച്ചു. അവിടെ 2 സ്വഭാവങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായി. ഒന്ന് മനുഷ്യ സ്വഭാവം, 2 ദൈവ സ്വഭാവം. പ്രാർത്ഥിക്കുമ്പോൾ 2 സ്വഭാവം യുദ്ധം ചെയ്യും. മനുഷ്യ സ്വഭാവം ഈ കാസ്ത അകന്നു പോകട്ടെ. ദൈവ സ്വഭാവം എന്നെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ വരട്ടെ. നിങ്ങൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മനുഷ്യ സ്വഭാവത്തെ ദൈവ സ്വഭാവം കീഴ്പ്പെടുത്തുന്നു. എൻ്റെ മാനസികമായ ഇഷ്ടങ്ങൾ ദൈവേഷ്ടത്തിന് സമർപ്പിക്കും. എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ വരട്ടെ. അതാണ് ഗെത്സമേനിലെ പ്രാർത്ഥന. നമ്മൾ കാണുന്നു എല്ലാ കാര്യങ്ങളും ശിഷ്യന്മാരോട് സംസാരിച്ച ക്രിസ്തു ഗെത്സമേനിൽ വന്നപ്പോൾ അവരിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറുന്നു. പ്രാർത്ഥനയിൽ നിങ്ങളും ഞാനും പാലിക്കുന്ന പ്രമാണം ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിക്കണം. പ്രാർത്ഥനയിൽ വളരണം, ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. 46-ാം സങ്കീർത്തനം 10-ാം തിരുവചനം, നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നീ ശാന്തമാവുക, ദൈവമാണെന്ന്. എപ്പോഴും വർത്താനം വരുന്നവർ പ്രാർത്ഥനയും വട്ടപൂജ്യമാണ്. എപ്പോഴും ചുമ്മാ കമന്റും കുറ്റം പറയും ഓർമ്മിച്ചുകൊള്ളുക, അവർ പ്രാർത്ഥനയില്ല. പ്രാർത്ഥനയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ശാന്തമായിരിക്കും. അതുകൊണ്ടാണ് ഇസ്മായേലിന് ദാഹിച്ചപ്പോൾ ഹാഗാർ ഒരു ചെടിയുടെ ചൂടി ഇസ്മായേലിനെ കെട്ടി ഒരു അമ്പേക്കർ ദൂരം പോയി പ്രാർത്ഥിച്ചു. ഒരു അമ്പെയ്താൽ എത്ര ദൂരം പോവോ അത്രയും ദൂരം പോയി ഹാഗാർ പ്രാർത്ഥിച്ചു. യേശു മാമോദീസ കഴിഞ്ഞ് മരുഭൂമിയിൽ ഒറ്റയ്ക്ക് പോയി. ഇവിടെ നമ്മൾ കാണുന്നു അവൻ ഒരു കല്ലേർ ദൂരം പോയി മുട്ടുകുത്തി. നിങ്ങൾക്കൊരു സംശയം, ജോസഫ് വെച്ച ഒരു കല്ലേറെന്ന് വെച്ചാൽ എന്തേലും ദൂരമാണ്? മറുപടി ഒന്നേ ഉള്ളൂ, എറിയുന്നവന്റെ ഊരും വരെയാണ് ദൂരം. 5 വയസ്സുകാരന്റെ ഒരു കല്ലിന് ദൂരം 10 മീറ്റർ, 10 വയസ്സുകാരന്റെ ഒരു കല്ലിന് ദൂരം 20 മീറ്റർ. ചില മനുഷ്യരിൽ നിന്നും അകന്നാലേ പ്രാർത്ഥനയിൽ വളരാൻ പറ്റും. ചിലരിൽ നിന്നും അകന്നാലേ ദൈവത്തോട് അടുക്കാൻ പറ്റും. ദൈവകാര്യം പറയുമ്പോൾ പുച്ഛിക്കുന്ന വ്യക്തികളോട് ആ കാര്യം പറഞ്ഞ് ഭാഗ്യം അകലണം. തമിഴാന്റെ കാര്യം വരുമ്പോൾ ചുമ്മാ തമാശ ഭാഗ്യക്കും ആ കാര്യം പറയുന്നത് അകലണം. ദൈവത്തോട് അടുപ്പിക്കുന്നവരോട് പരമാവധി അടുക്കണം. ദൈവത്തിൽ നിന്ന് അകറ്റുന്നവരോട് പരമാവധി അകലണം. അവൻ ഒരു കല്ലേറും ദൂരം മാറി മുട്ടുകുത്തി ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഗെത്സമേൻ തരുന്ന ഒരു ചിന്തയുണ്ട്. ആ ചിന്തയിലാണ് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്നൊരു പാഠം. നല്ലവരായ മനുഷ്യൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം പ്രത്യക്ഷത്തിൽ കേട്ടില്ലല്ലോ. മോശ പ്രാർത്ഥിച്ചു, കാനാൻ ദേശത്ത് കാലും കൽപ്പാക്കിങ്ങൾ. പക്ഷെ യോർദാനിൽ മൗണ്ട് നെബോവിൽ മോശ ദൂരെയുള്ള ഇസ്രായേലിന്റെ മോശ വീട് മരിച്ചു. കാലുകുത്താൻ ഭാഗ്യം ലഭിച്ചു, പക്ഷെ കാലുകുത്താൻ ഭാഗ്യം ലഭിച്ചില്ല. ക്രിസ്തു പ്രാർത്ഥിച്ചു, കാസ അകന്നു പോകട്ടെ, പോയില്ല, കുടിക്കേണ്ടി വന്നു. 2 കൊരിന്ത്യർ 12, 6 മുതൽ 20 ഭാഗ്യവാനായ പൗലോസിന്റെ ആത്മനിർവചനം.
വെളിപാടുകളെ ആദിക്കത്താൽ അഹങ്കരിക്കാതിരിക്കേണ്ടത് ദൈവമായ കർത്താവ് എനിക്കൊരു മുള്ളു തന്നു. 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു, യേശു നായക മുള്ള തന്നാവും. അവൻ പറഞ്ഞു, ആ മുള്ള അവിടെ ഇരിക്കട്ടെ, നിനക്ക് കൃപ മതി. ക്രിസ്തു പ്രാർത്ഥിച്ചു, കാസ മാറിയില്ല. പൗലോസ് പ്രാർത്ഥിച്ചു, മുള്ളു മാറിയില്ല. മോശ പ്രാർത്ഥിച്ചു, കാലുകുത്താൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എനിക്കും ഈ രാത്രി ഒരു സംശയം, എന്തിനാണ് എന്നെ പ്രാർത്ഥിക്കുന്നത്? നല്ലവരും പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേൾക്കി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം ഗസ്മേറ്റ്. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന അതേ ദൈവം പ്രാർത്ഥിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖയെ കൊടുക്കും. അതാണ് ഉത്തരം. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖയെ അയക്കും. ഒത്തിരി നീറുമ്പോൾ ഒരു മരാമൻ കണ്ണടിച്ച്, ഒരുപാട് നീറുമ്പോൾ ഒരു കണ്ണടിച്ച്, ഒരുപാട് നീറുമ്പോൾ ഒരു ഇടവർ കണ്ണടിച്ച് ദൈവം വരും ഒരു ദൂത്, ഒരാശ്വസിപ്പിക്കുന്ന ദൂത്. അതാണ് ദൈവസ്വഭാവം. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്നവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖയെ കൊടുക്കും. ലൂക്കോസിന്റെ സുവിശേഷം മുഴുവൻ പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയുടെ 3 രീതികൾ ശ്രീഹ പഠിപ്പിക്കും. 3 രീതികൾ. ലൂക്കോസ് 11, 9 മുതൽ 11 വരെ. ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും. പ്രാർത്ഥനയുടെ 3 രീതികളാണ്. 1 വെർബൽ പ്രയർ, 2 മെന്റൽ പ്രയർ, 3 സ്പിരിച്വൽ പ്രയർ. 3 പ്രാർത്ഥനയാണ്. വെർബൽ പ്രയർ വാക്കുകൾ, മെന്റൽ പ്രയർ ചിന്തകൾ, സ്പിരിച്വൽ പ്രയർ ആത്മാവുകൾ. 3 വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലെ ഏറ്റവും താഴ്ന്ന പ്രാർത്ഥനയാണ് വെർബൽ പ്രയർ, വാക്കുകൾ. പള്ളിയിൽ പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, ആരാധനയ്ക്ക് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, പ്രാർത്ഥിക്കാൻ പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ. കർത്താവേ, കൊച്ചു 10-ലാണ് ഓർക്കണം കേട്ടോ. വിലവിളി വരുന്നുണ്ട്, ശ്രദ്ധിച്ചോണം കേട്ടോ. വയറ്റിൽ മൂളത്തുണ്ട്, കണ്ണ് വരുത്തുന്നു കേട്ടോ. അറിയിപ്പ് കൊടുക്കുക. അറിയിപ്പ് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥന ബോറായി. പിന്നെ കറങ്ങുന്ന പാല്, നിലകുന്ന കസേര, വലിക്കുന്ന പട്ടി, കരയുന്ന കുട്ടി എല്ലാം നോക്കിക്കൊണ്ടിരിക്കും. പറഞ്ഞു തീർന്നു. ഇതാണ് 1-ാമത്തെ ഘട്ടം. 1-ാം ഘട്ടത്തിൽ ഞാൻ പറയുന്നു, ദൈവം കേൾക്കും. ഏറ്റവും താഴ്ന്ന പ്രാർത്ഥനയാണ്. ഞാൻ പറയുന്നു, ദൈവം കേൾക്കും. ദൈവത്തെ കേൾക്കാനില്ല. ഞാൻ പറയുന്നു, ദൈവം കേൾക്കും. ഈ പ്രാർത്ഥന കർത്താവ് കേൾക്കും. എറണാകുളത്ത് ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ 12-ാം ബർത്ത്ഡേയിൽ കർത്താവിനെ പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവേ, എനിക്ക് 21 വയസ്സാകുന്നതാണ്, നീ എനിക്ക് 3 സമ്മാനങ്ങൾ ഒരുമിച്ച് തരണം. കർത്താവ് ചെന്നതാവാം. എൻ്റെ ദൈവമേ, സ്വന്തമായി എങ്കിലും മുഴുത്ത വണ്ടി തരണം. 2 കൈ നിറയെ പിടിക്കാൻ കാശ് തരണം. 3 ബോധം ഉള്ളവർക്ക് മുടിനിക്കാൻ ഒരു പെണ്ണുങ്ങളെ തരണം. 3 ആഗ്രഹങ്ങൾ. മുഴുത്ത വണ്ടി, കൈ നിറയെ കാശ്, മുടിനിക്കാൻ പെണ്ണുങ്ങൾ. ദൈവമോട് മുത്ത് പ്രാർത്ഥന എങ്കിലും ദൈവം പ്രാർത്ഥന കിട്ടും. അവൻ 21-ാം ബർത്ത്ഡേ കർത്താവിന്റെ കരൂർ ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാക്കി മാറ്റി. മുഴുത്ത വണ്ടി, കൈ നിറയെ കാശ്, മുടിനിക്കാൻ പെണ്ണുങ്ങൾ. ഏറ്റവും താഴ്ന്ന പ്രാർത്ഥന എങ്കിലും ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ചോദിക്കുവിൻ ലഭിക്കും. 2 അന്വേഷിക്കുവിൻ കണ്ടെത്തും. അത് മെന്റൽ പ്രയറാണ്. തമ്പുരാനോട് ഞാനും പറയും, തമ്പുരാൻ പറയുന്നത് ഞാനും കേൾക്കും. പകുതി സമയം ദൈവത്തോട് പറയാൻ, പകുതി സമയം ദൈവത്തെ കേൾക്കാൻ. ഇതാണ് വളർച്ച. കുർബാനയ്ക്ക് 5 മണി ഞായറാഴ്ച പള്ളി വന്ന് കണ്ണടച്ച് ആൾക്കാരെ നോക്കി പ്രാർത്ഥിക്കും. കുർബാന കഴിഞ്ഞും അല്പസമയം പ്രാർത്ഥിക്കും. ഞാൻ അങ്ങോട്ടും പറയും, കർത്താവ് ഇങ്ങോട്ടും പറയും. ഇതാണ് വളർച്ച, മെന്റൽ പ്രയർ. 3 സ്പിരിച്വൽ പ്രയർ, ആത്മാവിന്റെ പ്രാർത്ഥന. എനിക്കൊന്നും പറയാനില്ല, കർത്താവ് പറയും, ഞാൻ കേട്ടുകൊണ്ടിരിക്കും. 1-ാം സ്റ്റേജിൽ ഞാൻ പറയും, കർത്താവ് കേൾക്കും. 2-ാം സ്റ്റേജിൽ ഞാൻ പറയും, കർത്താവ് പറയും. 3-ാം സ്റ്റേജിൽ എനിക്കൊന്നും പറയാനില്ല, കർത്താവ് പറയും, ഞാൻ കേട്ടുകൊണ്ടിരിക്കും. 1-ാം സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ, 3-ാം സ്റ്റേജിൽ
പള്ളിയിൽ പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. ഒന്നാം സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ കുർബാനയ്ക്ക് പോകും. മൂന്നാം സ്റ്റേജിൽ കുർബാനയ്ക്ക് പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. എൻ്റെ ആവശ്യമായിട്ട് മാറും. ഇതാണ് പ്രാർത്ഥനയുടെ വളർച്ച എന്ന് പറയുക. എനിക്ക് നിങ്ങൾക്കും ജീവിതത്തിൽ രണ്ട് കാലങ്ങൾ, ഒന്ന് കുട്ടിക്കാലം, രണ്ട് പക്വതയുടെ കാലം. കുട്ടിക്കാലത്ത് അമ്മയുടെ അപ്പനെ കൈക്ക് പിടിച്ച് ബേക്കറിയിൽ പോകും. അമ്മയെ ബണ്ണ് മേടിച്ചതാ, ബിസ്ക്കറ്റ് മേടിച്ചതാ, ജ്യൂസ് മേടിച്ചതാ, ഐസ്ക്രീം മേടിച്ചതാ, അമ്മ അപ്പൻ മേടിച്ചു കൊടുക്കും. ആ കുട്ടി പഠിച്ചു വളർന്ന് ജോലി കിട്ടി. ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ ഈ കുട്ടി അമ്മയോടും അപ്പനോടും ചോദിക്കും, നിങ്ങൾക്ക് ഞാൻ എല്ലാം മേടിച്ച് തരണമെന്നും. അമ്മയുടെ കണ്ണം നിറയും, അപ്പൻ്റെ കണ്ണം നിറയും. പ്രാർത്ഥനയ്ക്ക് കുട്ടിക്കാലത്ത് ദൈവമേ വീഴുക, ജോലിത, ഭർത്താവിത, ഭാര്യത, വണ്ടിയത, ശമ്പളത, ഇഷ്ടംപോലെ പണത, ഐസ്ക്രീം, കേക്ക്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രാർത്ഥനയിൽ വളരുമ്പോൾ കുട്ടി അമ്മയോട് ചോദിക്കുന്നു, അമ്മയ്ക്ക് എന്നാ ചെയ്യണം? അതുപോലെ കർത്താവെ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ എന്നാ ചെയ്യണം? ഇതാണ് ആത്മാവിന്റെ പ്രാർത്ഥന എന്ന് പറയുക. എന്നെ ആൾക്കാർ ഞാൻ പലപ്പോഴും ഓർക്കും, നമ്മുടെ കർത്താവിൻ്റെ കാര്യം ആരെല്ലാം പ്രാർത്ഥന കേട്ടാൽ സ്വസ്ഥത കിടക്കും. ഹിന്ദുമതം 8 രാജ്യങ്ങളിലും അവിടെയുള്ള പ്രാർത്ഥന, മുസ്ലിം 90 രാജ്യങ്ങളിൽ, ക്രിസ്ത്യാനിറ്റി അറിയപ്പെടുന്ന 224 ലോകരാജ്യങ്ങളിൽ 219 ക്രിസ്ത്യാനിറ്റി ഉണ്ട്. അതുകൊണ്ട് 24 മണിക്കൂറും പ്രാർത്ഥന നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ രാത്രി 10 കിടക്കുമ്പോൾ അമേരിക്കക്കാർ പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. നമ്മൾ രാത്രി 10 കിടക്കുമ്പോൾ ജർമ്മനി ഒരു 5 മണിക്ക് കുർബാനയാണ്. നമ്മൾ രാത്രി 10 കിടക്കുമ്പോൾ ന്യൂസിലൻഡിൽ രാവിലെ 6 കുർബാന ആരംഭിക്കും. 24 മണിക്കൂറും പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ആരെ പോലെ 24 മണിക്കൂർ തുറന്നിരിക്കുന്ന സൂപ്പർ ക്രിസ്ത്യാനി ഹോസ്പിറ്റലിലെ ക്യാഷ്മാറ്റ് പോലെയാണ്. അവനെപ്പോഴും പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇടുക്കിക്കാർ കട്ടിലും മഴ തന്നെ ഇടുക്കിയിലാകുമ്പോൾ വെള്ളം തന്നെ ഏതെങ്കിലും ഇരിക്കട്ടെ കപ്പയാണെങ്കിൽ കാപ്പി നശിപ്പിക്കട്ടെ. ആ സമയത്ത് കുട്ടനാട്ടുകാർ മഴയരുത്, വീട് വെള്ളത്തിൽ മുക്കരുത്, കപ്പ ഇടുമ്പോൾ മഴ തരണേ, കപ്പ പാട്ടുമ്പോൾ മഴയായിരുന്നേ, എല്ലാവരെയും അവർ കേൾക്കണം. അതാണ് കർത്താവിൻ്റെ അവസ്ഥ. ഒരു ചെറുപ്പക്കാരൻ്റെ കുഴലിൽ അൾസർ, അപ്പനെയും കൂട്ടി ആശുപത്രിച്ചു. ഡോക്ടർ പരിശോധിച്ചു പറഞ്ഞു, കുഴലിൽ അൾസറാണ്, അടിയന്തര ഓപ്പറേഷൻ 3 മണിക്കൂർ എടുത്തു. അവൻ അപ്പനോട് പറഞ്ഞു, എൻ്റെ അപ്പ എൻ്റെ ഓപ്പറേഷൻ നടക്കുമ്പോൾ അപകടം വരാതിരിക്കാൻ, ഡോക്ടർക്ക് തെറ്റുപെടാതിരിക്കാൻ അപ്പൻ തിയേറ്റർ ശാരീരിച്ച് ചാരിയിട്ട് കൈ വിരിച്ച് 3 മണിക്കൂർ പ്രാർത്ഥിച്ചു. അപ്പം പ്രാർത്ഥിക്കാൻ ഓപ്പറേഷൻ നടന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം നോക്കുമ്പോൾ ഇയാളേക്കാൾ പ്രായമുള്ള ഒരാൾ അപ്പം നിന്ന് കൈ വിരിച്ച് പ്രാർത്ഥിക്കും. ഇയാളോട് ചോദിച്ചു, എന്തിനാണ് കൈ വിരിച്ച് പ്രാർത്ഥിക്കും? ഇയാൾ പറഞ്ഞു, എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ അപകടം വരാതിരിക്കാൻ പറഞ്ഞു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ താനെന്തിനാ പ്രാർത്ഥിക്കും? അയാൾ പറഞ്ഞു, എൻ്റെ മോനെ ഡോക്ടർ, അവൻ്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്, കൈ പ്രാർത്ഥിക്കാൻ അവനെ ഞാൻ പ്രാർത്ഥിക്കും. എല്ലാവരെയും കേൾക്കണം, ഡോക്ടറെയും കേൾക്കണം, രോഗിയെയും കേൾക്കണം, എല്ലാവരെയും കേൾക്കുന്ന ദൈവം. എന്നെ ആൾക്കാർ 3 കൂട്ടം കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഒന്ന്, പെരയ്ക്ക് കല്ലിട. ഞാൻ കല്ലിട്ടാൽ 6 മാസങ്ങളിൽ പെരപ്പണി പൂർത്തിയാവും. ഏതോ ഒരു ശേഷം ഇതാരോടോ പറഞ്ഞു, തീവ്രയ സമയ മൊത്തം പറഞ്ഞു. നിർബന്ധം ഒരു ദിവസം 7 പെരയ്ക്ക് വരെ ഞാൻ കല്ലിട്ടിട്ടുണ്ട്. പോകാൻ പറ്റിയല്ല, അങ്ങനെ കാലം കല്ലോട് ഞാൻ കാണിച്ചു കൊടുത്തു. 2, വിൽക്കാതെ കഴിക്കുന്ന സ്ഥലം, എണ്ണ, വെള്ളം, ഉപ്പ് ഓതിക്കൊണ്ടു അതിട്ടോ സ്ഥലക്കച്ചവടം നടക്കും, ആൾക്കാരെ സാക്ഷ്യപ്പെട്ടു. 3, കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ദമ്പതികൾ നാളുകളായി മക്കളില്ലാത്തവർ ആരാധന കഴിഞ്ഞ് തലയെക്കുറിച്ച് വായിക്കുമ്പോൾ പലർക്കും കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാരണവർ വരും, അച്ഛനെ ഞാൻ കഴിഞ്ഞ് ദൈവം തന്ന കുഞ്ഞാണ്. അങ്ങനെ 18ഓളം കുഞ്ഞുങ്ങളെ ഞാൻ തന്നെ മാമോസം കേട്ടു. ചിലവർ എൻ്റെ അച്ഛനും ഒരുപാട് നാൾ മക്കളില്ലായിരുന്നു. അച്ഛനെ നാട്ടിൽ ദൈവം തന്ന ഒച്ച, അച്ഛൻ്റെ ഒച്ച പ്രാർത്ഥിച്ചു പോകുള്ളൂ. അപ്പം ഇങ്ങനെ 4ാമത് ഒരു പ്രാർത്ഥനയാണ്.
അതായത് ഞാൻ നിർത്താറുണ്ട്. ഇപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പ്രായമായ കാരണവന്മാരെ മരിക്കാൻ കിടക്കും. പൊക്കോട്ടുന്ന മക്കൾക്കും പോയേക്കാവുന്ന ആൾക്കൊണ്ടിരിക്കും. എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. രണ്ടിനും ഉറപ്പ്. ഒന്നേ കുഴിയും അല്ലെങ്കിൽ പൊങ്ങിപ്പോകും. പൊങ്ങിപ്പോന്നാൽ പിന്നെ അടുത്ത കാലത്ത് തിരിച്ചു പോവുകയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു 20ഓളം അങ്കിളുമാരും ആന്റിമാരും നിത്യതയും മറന്നു പോയിട്ടുണ്ട്. എന്നെ തന്നെ കളഞ്ഞു. ഇപ്പം ചിലപ്പോൾ ഒത്തിരിക്കുമ്പോൾ ടെൻഷൻ. ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഈ കക്ഷികൾ എൻ്റെ കാലിൽ പിടിച്ച് വലിച്ചാലോ ചിലപ്പോൾ. എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ പുറത്ത് തൊലി പൊട്ടി കിടക്കുക. 2 വർഷമായി അവനും ഭാര്യയും ശുശ്രൂഷിച്ചു മടുത്തു. അവൾ പറഞ്ഞു, ഉത്തമേദേശം കൂട്ടുകാരനെ വിളിച്ചാൽ അവന് വേണ്ടി കാത്തിരിച്ചാൽ ഞാൻ വീട്ടിൽ ചെന്നു. അപ്പൻ മരിക്കാറായ കാലമറിയാം നെഞ്ചു കൂട്ടി വലിക്കുന്നു. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ നത്തുപോലെ കുത്തിയിരിക്കും. എനിക്ക് ചുവന്ന വർത്താനം പറയാൻ വേണ്ടി ഓർമ്മിക്കും. എൻ്റെ ഭാര്യ അമ്മയെ കൊണ്ട് മരത്തിരിക്കുക. ഇവിടെ കൂടിയാൽ 3 ആഴ്ച നീ വീട്ടിൽ നിന്ന് പോയത് അവർ പോവുകയല്ല. ഞാൻ പ്രാർത്ഥിച്ചു. പോരാൻ നേരത്ത് ഞാൻ പറഞ്ഞു, നീ 3 ആഴ്ച വീട്ടിൽ നിന്ന് പോയത് ഇവിടെ തന്നെ ഇറങ്ങണം. അവൻ പോവച്ച. ഞാൻ ചായ കുടിച്ചു. കാറിൽ പോരുമ്പോൾ അവൻ്റെ ഭാര്യ എന്നെ കയറി പിടിച്ചു. ഒറ്റ മണി ചെങ്ങനെ ചോദിച്ചു, പറ്റുമെങ്കിൽ മറ്റേ കൈ അമ്മയുടെ തലയിൽ കൂടെ വെച്ചിട്ട് മടുത്തു. അത് പ്രാർത്ഥനയ്ക്കുന്ന രീതിയാണ്. നമ്മൾ പ്രാർത്ഥിക്കും. ദൈവം ചെയ്ത് ഉറപ്പ് വരും. ഇതാണ് മുട്ടുവിൽ തുറക്കപ്പെടും. അവസാനിക്കുന്ന സ്റ്റേജ്. ജീവിതത്തിൽ പ്രാർത്ഥനയിൽ നമ്മൾ വിശ്വസിക്കണം. പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം 3 സമ്മാനം കൊടുക്കും. പ്രാർത്ഥിക്കുന്ന എല്ലാ മനുഷ്യർക്കും ദൈവം നൽകുന്ന 3 സമ്മാനം. മത്തായി 17 1 മുതൽ 8 വരെ വാക്യങ്ങൾ. മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ. അവൻ പത്രോസ് യാക്കോബ് യോഹന്നാൻ 3 പേരെ കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി. പിന്നീട് ആ മലയ്ക്ക് താബോർ എന്ന് പേരിട്ടു. പക്ഷെ ബൈബിളിൽ ഉയർന്ന മലയിലേക്ക് പോയി. പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്തതും അവന്റെ വസ്ത്രം വെട്ടി തുടങ്ങി. ഏലിയായും മോശയും സംസാരിക്കുന്നവർ ഒരു സ്വരം ഇനി ഇവൻ പറഞ്ഞു കേട്ടത്. ശിഷ്യന്മാർ ഭയങ്കരരായി കവിഞ്ഞു. യേശു അടുത്തതി പറഞ്ഞു, വരൂ, ധൈര്യം എനിക്കൂ, താരത്തിലേക്ക് പോകാം. അവർ കണ്ണിലെത്തി നോക്കിയപ്പോൾ ക്രിസ്തുവിനെ ആരെയും കണ്ടില്ല. ലോകാരംഭം മുതൽ ലോകാവസാനം വരെ പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യനും ദൈവം 3 ഗിഫ്റ്റ്സ് 3 സമ്മാനം കൊടുക്കും. അതിൽ ഒന്ന് ഇല്യൂമിനേഷൻ, മുഖപ്രകാശം. മുഖപ്രകാശം പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെ അമ്മയുടെ മുഖത്ത് ഒരു വെട്ടം. കുർബാനയിലിരിക്കുന്ന അച്ഛൻ്റെ മുഖത്ത് ഒരു വെട്ടം. കാടിവീശിയിലേക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്കൊക്കെ ആ വെട്ടം അച്ഛൻ്റെ വെട്ടം നമുക്ക് കാണാൻ. കുർബാനയിലിരിക്കുന്ന എല്ലാ അച്ഛൻ്റെ മുഖത്ത് ഒരു വെട്ടം. കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാ അപ്പനമ്മമാരുടെയും മുഖത്തിന് വെട്ടം. കാരണം അത് ദൈവിക പ്രകാശമാണ്. കാരണം ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ ആ പ്രകാശം കിട്ടും. ഈ അക്ഷരമാലയിൽ 30 അക്ഷരങ്ങൾ. 1 ആൽഫ, 15 ഒമിക്രോൺ, 30 ഒമേഗ. ആൽഫ മുഴുവൻ വെട്ടമാണ്. ആൽഫ അക്ഷരം മുഴുവൻ പ്രകാശമാണ്. ദൈവം ആൽഫയും ഒമേഗയുമാണ്. ദൈവം പ്രകാശമാണ്. ദൈവമായി ബന്ധപ്പെട്ട എല്ലാം പ്രകാശം. അതിൽ നിന്ന് ദൈവം ആദ്യം പറഞ്ഞ വചനം 1:3 ലൈറ്റ് പ്രകാശമുണ്ടാകട്ടെ. 34-ാം സങ്കീർത്തനം 5-ാം തിരുവചനം അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. 40 വർഷം ഇസ്രായേൽ മകൾ മരുഭൂമിയിൽ നടന്നപ്പോൾ രാത്രിയിൽ ദീപസ്തംഭത്തിൽ പ്രകാശം. പ്രകാശമായ ക്രിസ്തു പുൽക്കൂട്ടിൽ ജനിച്ചപ്പോൾ ആകാശത്ത് പ്രകാശം കണ്ടു തുറന്നു. നക്ഷത്രം ഉദിച്ചു. പ്രകാശമായ ദൈവം കുരിശിൽ മരിച്ചപ്പോൾ പ്രകാശം മെഴുകൂട്ടി. സൂര്യൻ ഇരുണ്ടു. യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. മത്തായി 5:13-14 വാക്യങ്ങൾ. നീ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമാണ്. പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന് പ്രകാശം. ആൽഫാ തരകം നമ്മുടെ ദേഹത്തിലേക്ക് കടന്നു വരും. ആൽഫാ തരകം ഒരു മുഖപ്രകാശം. കുർബാനയ്ക്ക് ഇറങ്ങുമ്പോൾ ദേഹത്ത് മുഖത്തിന് മുഖപ്രകാശം. വചനത്തിൽ ഇറങ്ങുമ്പോൾ മുഖപ്രകാശം.
വേദപുസ്തകം വായിക്കുമ്പോൾ മുഖപ്രകാശം, മലയാളത്തിന്റെ പാട്ടുകൾ പാടുമ്പോൾ ഒരു പ്രകാശമുണ്ട്. ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ ഒരു വലിയ പ്രകാശം, അതാണ് ആത്മാ തരംഗം. 4 കൂട്ടം തരംഗങ്ങൾ നമ്മുടെ ദേഹത്ത് മാറി മാറി വരും. ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ ആത്മാ തരംഗം, പണിത് മടുക്കുമ്പോൾ ബീറ്റാ തരംഗം, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന നേഴ്സിംഗ് തരംഗത്ത് ബീറ്റാ തരംഗം, പണിത് മടുക്കുന്ന അപ്പൻ്റെ തരംഗത്ത് ബീറ്റാ തരംഗം, പഠിച്ചു മടുക്കുന്ന കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ബീറ്റാ തരംഗം. ഈ ബീറ്റാ തരംഗം വരുമ്പോൾ തലവേദന, മർമ്മത, മലനീഭാരം, ക്ഷിപ്രവും എല്ലാം വരും. ബീറ്റാ തരംഗം. 3 ഡെൽറ്റ തരംഗം. എന്താ ഡെൽറ്റ തരംഗം? ഉപമാവ് കഴിച്ച് ഓഫീസിൽ പോയാൽ ഡെൽറ്റ തരംഗം, കപോ ക്ലാസ്സിൽ പോയാൽ ഡെൽറ്റ തരംഗം, ഒരു മയക്കം, ഒരു തൂക്കം, ഇത് ഡെൽറ്റ തരംഗമാണ്. ഷുഗറിന് മരുന്ന് കഴിക്കുന്നവർ എനിക്ക് തൂങ്ങുമ്പോൾ ഡെൽറ്റ തരംഗമാണ്. ഞാൻ ഒരു മഠത്തില് കന്യാസ്ത്രീ അമ്മമാരെ ധ്യാനിപ്പിക്കുവാൻ ഒരാഴ്ചത്തെ ധ്യാനമാണ്. ബുധനാഴ്ച മഠത്തിലെ മതസുബീലിൻ്റെ ഫീസ്റ്റായിരുന്നു. അമ്മച്ചിക്ക് എല്ലാവർക്കും മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. ഞാനിത് കഴിച്ചു. 2:30 ആയപ്പോൾ നെയ്മയം കൊണ്ട് ഒരു ഡെൽറ്റ തരംഗത്തിൻ്റെ എൻ്റെ കണ്ണോട് അടയാളപ്പെടുത്തി. ഈ സമയത്താണ് കുമ്പസാരം. കത്തോലിക്ക സഭയുടെ കുമ്പസാരം വരുന്നത്. കുമ്പസാരം വരുന്ന കുട്ടികളും അവരുടെ പാപം ഏറ്റു പറയാം. 5 സിസ്റ്റർമാർ പാപം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഡെൽറ്റ തരംഗത്തിലേക്ക് വഴിയുള്ളൂ. ഒരു പ്രായമുള്ള കന്യാസ്ത്രീയാണ് കുമ്പസാരിക്കുക. പാവമൊക്കെ പറഞ്ഞു. കുറച്ച് ഞാനൊന്ന് മയങ്ങിപ്പോയി. സിസ്റ്റർ പറഞ്ഞു കുമ്പസാരം കഴിഞ്ഞ അപ്പോഴാ ബോധം വരുന്നത്. ഒരു ചമ്മൽ കുമ്പസാരത്തിൽ അച്ഛൻ വരുന്നത് മഹാനാടുകളുടെ പരിപാടി. ഞാൻ എൻ്റെ സിസ്റ്റർമാർക്ക് കാരണം ഒരു ഉപദേശം പറഞ്ഞ് വന്നുപോയ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിക്കുക. രാക്ഷിതമായി 5 പ്രാവശ്യം സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി മാപ്പി വെച്ച് ശബ്ദം ഒപ്പിക്കുക. അങ്ങനെ പറയാൻ ആഗ്രഹിച്ച് ആരംഭിച്ചു. തുടങ്ങി ഏതാനും കഴിയുമ്പോൾ വീണ്ടും ഡെൽറ്റ തരംഗത്തിൽ ഞാൻ പറഞ്ഞു. ഞാൻ വന്നുപോയ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ച് 5 പ്രാവശ്യം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിങ്ങളുടെ നാമം പൂജിതമാകണം, രാജ്യം വരണം, തിരുവസ്വരൂപിനെ പോലെ ഭൂമിയിലുമാകണം. ഞാൻ തന്നെ ചൊല്ലിപ്പോയി. ശിശു ചോദിച്ചു എന്നെ അച്ചായി. പിന്നെ വീട്ടിൽ ഞാൻ ഉരുട്ടു. ഞാൻ ഇതുപോലെ അർത്ഥം മനസ്സിലാക്കി നിർത്തി 3 പ്രാവശ്യം ചൊല്ലി കാഴ്ച കൊടുക്കണം. ഈ മയക്കം വരാം. അത് ഡെൽറ്റ തരംഗം. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലാസ് കേൾക്കുമ്പോൾ കുറേ ഒറ്റയിരിക്കുമ്പോൾ ഒരു ഡെൽറ്റ തരംഗത്തിൽ ആളുകൾ മയങ്ങിപ്പോൾ ചില ആൻറ്റിമാരും അച്ഛനെ നോക്കി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. 1 ആൽഫാ തരംഗം, 2 ബീറ്റാ തരംഗം, 3 ഡെൽറ്റ തരംഗം, 4 തേറ്റ തരംഗം. തേറ്റ തരംഗം ചുഴലി രോഗമുള്ളവർ വെള്ളത്തിൽ ബോധങ്ങൾ വീഴുമ്പോൾ വരുന്നത് തേറ്റ തരംഗം. എന്നും മരുന്ന് കഴിക്കുന്നത് ഏത് രോഗത്തിനും വെളുപ്പിനെ 2-നും 5-നും ഇടയിൽ ഓർമ്മ കഴിയുമ്പോൾ വരുന്നത് തേറ്റ തരംഗം. തേറ്റ, ഡെൽറ്റ, ബീറ്റാ തരംഗം ദേഹത്ത് കുറേ നാൾ കൊണ്ടുവന്നാൽ 5 രോഗങ്ങൾ ശരീരത്തെ പിടികൂടും. 1 വയറ്റുവേദന, 2 നടുവേദന, 3 ശ്വാസം മുട്ടൽ, 4 തലവേദന, 5 അലർജി. ശരിക്കും ധ്യാനം കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈ 4 തരംഗങ്ങൾ ആത്മാതരമായി മാറും. അതാണ് ഇരുണ്ട പുറത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രകാശം, രോഗശാന്തി, അത്ഭുതങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തരംഗത്തിൽ എന്ന് പറയും. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ 1ാമത്തെ സമ്മാനം ഒരു മുഖപ്രകാശം ദൈവം തരും. മുഖപ്രകാശം. 2 വ്യക്തത, ക്ലാരിറ്റി. പ്രാർത്ഥിക്കുന്ന ദൈവം കൊടുക്കുന്ന 2ാമത്തെ സമ്മാനമാണ് ക്ലാരിറ്റി, വ്യക്തത. ഏലിയായും മോശയും സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ സ്വരം ഇനി ഏലിയായെ കേൾക്കണ്ട, ഇനി മോശയെ കേൾക്കണ്ട, ഇനി ഇവൻ പറയുന്നത്. പഴയ നിയമം യേശുക്രിസ്തുവിൽ പൂർത്തിയായി. കാരണം പഴയ നിയമം യേശുവിൽ പൂർത്തിയായത് പഠിച്ചത് യേശുവാണ്. ലൂക്കാ 24 എമ്മാവ് ശിഷ്യന്മാരും മോശ മുതൽ സകല പ്രവാചകന്മാരും തന്നെ കുറിച്ച് പറഞ്ഞു എന്ന് ക്രിസ്തു ശിഷ്യന്മാരെന്ന് പറയുന്നുണ്ട്. ലൂക്കോസ് 24. അപ്പോൾ പഴയ നിയമം മാറി ഈശോയിൽ ഒരു പുതിയ നിയമം. ജെറമിയ 29:11. ഇനി ഇതിനെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നിന്നെ നാശത്തില്ല, നന്മയ്ക്കുള്ള പദ്ധതി, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശ നൽകുന്ന അതിമനോഹരമായ പദ്ധതി. ഇതാണ് വ്യക്തത. ഇതാണ് വ്യക്തത.
റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ പദ്ധതിപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടെ സമസ്തവും നന്മയ്ക്കായി ഒരുക്കുന്നു. ഇതാണ് വ്യക്തത. ഇന്നലെ സംഭവിച്ചതല്ല, ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടി ഈ ഉറപ്പ്. ഈ നല്ല ബോധ്യമാണ്. ഞാൻ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ ചെരുപ്പില്ല. ചെരുപ്പ് മേടിക്കാൻ എൻ്റെ അപ്പനും അമ്മയും അന്ന് കാശില്ല. എൻ്റെ കുടിയേറി പോയാൽ കാശിന് കൂടുമ്പോൾ അപ്പനും അമ്മയും എനിക്കുള്ള ജ്യേഷ്ഠനും ചെരുപ്പിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ കുടുംബം ഒരു വലിയ ദുരന്തത്തിലൂടെ കണ്ടുപോയതാണ്. അപ്പനമ്മ 14 വയസ്സുള്ള മോള്, 11 വയസ്സുള്ള മോന്, 9 വയസ്സുള്ള മോള്, 5 വയസ്സുള്ള മോൻ, 4 മക്കളും അപ്പനും അമ്മയുമായി കഷ്ടപ്പെട്ടിലേക്ക് പോയതാണ്. കുടിയേറ്റ കാലഘട്ടത്തിൽ പ്രായമുള്ളവർക്ക് മരുന്നിൽ വന്നു. ചെറുപ്പക്കാർക്ക് കരഞ്ഞിരിക്കുക. 10 മാസം കൊണ്ട് 16, 11, 9 വയസ്സുള്ള മക്കളെ നഷ്ടപ്പെട്ട അപ്പനും അമ്മയും. അമ്മയുടെ 40-ാം വയസ്സിൽ എൻ്റെ ജന്മം. ഞാൻ ജ്യേഷ്ഠനുമായിട്ട് 4 വയസ്സിൻ്റെ വ്യത്യാസം. അപ്പോൾ അമ്മയെ പോകുന്നത് വേണ്ട മക്കളെ 3 പേര് മരിച്ചിട്ട് ദൈവം തന്നതാ. അവിടെ നിന്നിങ്ങനെ പ്രസംഗിക്കാൻ പറ്റുന്നത്. മോനെന്ന് അച്ഛനായി കഴിഞ്ഞു അധികം പേരുദോഷ കേൾപ്പിക്കുന്നുണ്ടോ എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു ഇതായിരുന്നു അമ്മയുടെ വാക്കുകൾ. അപ്പം ഒരു വ്യക്തത. അന്നൊരു കഷ്ടപ്പാട്. ചെരുപ്പിട്ടിട്ടില്ല. ചെരുപ്പിക്കാൻ കൊള്ളാവും. വീടിനും ചെരുപ്പില്ല. കൂട്ടുകാരി ഷൂസ് കൊണ്ടുവരും. പക്ഷേ അച്ഛനായിട്ട് 32 വർഷം. ഈ 32 വർഷമായി ഗൗരവമായ രോഗമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അനേക രാജ്യങ്ങൾ സമയവ്യത്യാസം, ഭക്ഷണ വ്യത്യാസം ഒന്നും എന്നെ ബാധിച്ചിട്ടില്ല. കൂടെ പഠിച്ച പല അച്ഛന്മാർക്കും ഡോക്ടർമാരെ ചോദിക്കുന്നു, ഷുഗറുണ്ടോ, പ്രഷറുണ്ടോ, കൊളസ്ട്രോളുണ്ടോ? കാര്യമായൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. കാരണം അന്നത്തെ നടപ്പ്, ചെരുപ്പില്ലാത്ത നടപ്പ്, എല്ലുകെട്ടി, തൊലിക്കെട്ടി, മനക്കെട്ടി എല്ലായിരിക്കുന്നു. ഒരു പ്രതിരോധ ശക്തി. ഇതാണ് വ്യക്തത. ഇന്നലെ സംഭവിച്ചിട്ട് ഏഷ്യാഡ്, കോമൺവെൽത്ത്, സാധ്യസ് വരുമ്പോൾ ആ സ്വർണ്ണമെഡൽ ഞങ്ങളുടെ മലമൂട്ടിലെ ബീരാമോൾ, PT ഉഷ, MV നരസിംഹ, ശ്രീധരൻ മലമൂട്ടിൽ ഓടിപ്പിടിച്ചവർ നല്ല പ്രതിരോധ ശക്തി. സിറ്റിയിൽ നല്ല മുതലാളി പെണ്ണുകളുണ്ട്. കണ്ടാലോ കുതിർന്ന മോഡങ്ങളുടെ പോലെ ഇരിക്കുന്നത്. കുഞ്ഞിട്ട് സ്വർണ്ണമെഡൽ പോയിട്ട് തെങ്ങിൻ്റെ കാളമണ്ണ് പോകുമ്പോൾ അണുപ്പ കിടപ്പ് ശ്വാസമുണ്ട്. ഈയിടെ 5-6 ചേട്ടന്മാർ ഒരുമിച്ച് കൂടി ചോദിച്ചു, എന്തുകൊണ്ടാണ് മലയാളി പെണ്ണിൽ തന്നെ സ്വർണ്ണമെഡൽ? ചേട്ടൻ പറഞ്ഞു, മലയാളി പെണ്ണല്ലേ സ്വർണ്ണമെന്ന് കേട്ടോ മരണപ്രമാണങ്ങളുടെ ഒറ്റപ്പെട്ടം അതുകൂടെ വായിക്കൊണ്ടിരിക്കുള്ളൂ. ഇപ്പം ഇന്നലത്തെ സഹനങ്ങൾ പിന്നെ തന്നിക്ക് വേണ്ടി 8, 9, 10 ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാരിയായിരുന്നു മനോരമ. എല്ലാ ആഴ്ചയിലെ ആരംഭിച്ച് അമ്മ എന്നെ 25 വയസ്സിൽ മോൻ പോയി ഒരു മനോരമ മേടിച്ചുള്ള. അമ്മയ്ക്ക് വായന വലിയ പരിചയമില്ല. ഞാൻ മേശത്ത് വാങ്ങിയത് ചെയ്യും. മോനെ ഉറക്കെ വായിച്ച് അടുത്ത ഒരാഴ്ചക്കാലം കാർത്തിക നക്ഷത്രത്തിൽ പിറന്നോത്ത് എന്നതാ വരാൻ പോലെ. അമ്മയുടെ നക്ഷത്രം കാർത്തികയായിരുന്നു. ഇന്നും വരലുകൾ വരുമ്പോൾ ഞാൻ നോക്കും, വരുന്ന ഒരാഴ്ചക്കാലം സ്വർഗരാജ്യത്തിൽ കാർത്തികക്കാർക്ക് എന്നതാ വരാൻ പോലെ. അമ്മ മരിച്ചൊരു വർഷം 30 കഴിഞ്ഞു. അപ്പൊ അമ്മ വായിക്കാതെ ഞാൻ വായിക്കും. അടുത്ത ഒരാഴ്ചക്കാലം കാർത്തിക നക്ഷത്രത്തിൽ ഉള്ള സ്ത്രീകൾക്ക് മക്കൾ പഠിക്കും. അവർ മക്കൾക്ക് വിശിഷ്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്നെ ഞാൻ പൂരിപ്പിക്കും. പിന്നെ ഞാൻ പോയി ഭജനങ്ങൾ വായിക്കും. എനിക്ക് ഇഷ്ടമായി. അന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനും ദൈവമായ കർത്താവേ, ഞാൻ വളർന്നു വരുമ്പോൾ എൻ്റെ പേര് വിളിച്ച് മനോരമയിൽ ഒരു ഭജനം എഴുതാൻ ഇടയാകണേ. എൻ്റെ പേര് ആൾക്കാർ അറിയാൻ ഇടയാകണേ. കുട്ടിക്കാർക്ക് ഒരു പൊട്ട പ്രാർത്ഥന. സത്യനും ശരി, നസീറും ശാന്തി, മരകുലുക്കി ഒഴുങ്ങളും കുളം മനസ്സ് കുളിക്കുമ്പോൾ ഓർത്തിട്ടുണ്ട്. ഈ കുളം കലക്കാനുള്ള ഒരു ഭാഗ്യം തരണേ. മറ്റൊരു കൊമ്പ് കൊടുക്കാൻ ഒരു ഭാഗ്യം തരണേ. 5 പതിറ്റാണ്ടിൽ ഇന്ന് മനോരമ ഇറങ്ങുമ്പോൾ എഴുത്തരം പിടിക്കും. അച്ഛൻ ഫ്രീയാണെങ്കിൽ ഒരു ബന്ധമെന്തോ അയച്ചാവോ അക്കൗണ്ടിലേക്ക് മനോരമ കാശിട്ട് തരും. മനോരമ ഏറ്റവും കൂടുതൽ വിറ്റ പുസ്തകം എന്നെ കൊണ്ട് എഴുതിപ്പിച്ച 1,50,000 കോടി വിറ്റാൻ ഇണയും തുണിയും. ഒരു കൊച്ചാഗ്രഹം ദൈവം കൊണ്ടുവന്ന വഴി സിനിമാ നടന്മാരുടെ മരത്തിന് കൊമ്പ് കൊടുക്കാൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജിത്തു ജോസഫ്, സിന്ധിരാജ് ഒരു സിനിമാക്കാരെ മൊത്തം കൊണ്ടുവന്നു. ജോസഫ് ചെറിയ വൈറലായ ഒരു യൂട്യൂബ് പ്രസംഗം
സിനിമയാക്കാൻ അനുവാദം തരാമോ? ഞങ്ങളെ സഹായിക്കാമോ? 2.5 മണിക്കൂർ അടുത്തിരുന്നു ഒരു തിരക്കഥ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ സാധാരണ ദമ്പതികാരുടെ കാര്യമാണ്. 7 നല്ല ആളുകൾ കല്യാണം കഴിഞ്ഞു 7 വർഷം കഴിയുമ്പോൾ വേറെ പെണ്ണുങ്ങളും ചുമ്മാ പുറകിൽ നിന്ന് നോക്കി വിളിക്കും. മോശമല്ല, ഇതിന് വിളിക്കുന്ന വാക്ക് ആണുങ്ങളുടെ 7ാം വർഷത്തില് ചോദിച്ചില്ലെന്നാണ് ഇതിന് വിളിക്കുക. ഞാൻ നോക്കി ഒരുത്തർ നോക്കിയിരുന്നപ്പോൾ അവൻ്റെ ഭാര്യ മതം മാറി പ്രേമിച്ചു. ഇവർ തിരിച്ചു വരിക ഭാര്യയിലേക്ക്. തിരിച്ചു വരുമ്പോൾ ഭാര്യയുടെ സ്നേഹവും അംഗീകാരവും കിട്ടാൻ ഇവരെന്തെല്ലാം ചെയ്യും. ഞാൻ പറഞ്ഞു, അവളെല്ലാം കിട്ടിയാലും ഒന്നും കിട്ടാൻ വഴി കഴിയുന്നവരെ ചുമ്മാ നിന്ന് കൊടുക്കണം. തുണി അരിഞ്ഞു വിടണം, അരിഞ്ഞുപൊടി അരി തിരിച്ചു കൊടുക്കണം, കരി വറുതി വിടണം, പാത്രം കഴുകി വിടണം, തല തുറച്ചു വിടണം. അങ്ങനെ 5-ാം മാസം കഴിയുമ്പോൾ ഭർത്താവിലേക്ക് ഭാര്യ സ്നേഹത്തോടെ വരും. ഞാൻ ഈ കണ്ടത് ഭാവനാസമ്പന്നനായ സിന്ധിരായ മനോഹരമായ തിരക്കഥയെഴുതി. മോഹൻലാൽ ഭംഗിയായി അഭിനയിച്ചു. മീന കൊടുത്തു. 100 ദിവസം ആ സിനിമ ഓടിയപ്പോൾ എറണാകുളത്ത് 3 പേർക്കും നിർമ്മാതാക്കൾ ഒരു അവാർഡ് തന്നു. ഫിലിം അവാർഡ് കിട്ടി. അങ്ങനെ എൻ്റെ ഒരു ജ്ഞാനകഥ സിനിമയായി മാറി. അത് ഹിറ്റായി കൂടി. പടമായിരുന്നു മുന്തിരി വണ്ടികൾ കലക്കുമ്പോൾ. ഒരു ചെറിയ ജ്ഞാനചിന്ത ഒരു സിനിമയിൽ കിട്ടിയത്. കഴിഞ്ഞ വർഷം ചെമ്പവിനോട് നായകനെ അഭിനയിച്ച ബോറാൻ 4 മാസത്തിൽ ഞങ്ങൾ തന്നെ ഇറക്കിയ രാജകന്യകളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കൊച്ചുകാരെ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് വഴി വ്യക്തത. ഇന്ന് സംഭവിക്കുന്നില്ല, നാളെ തന്നെ എനിക്ക് വേണ്ടി ധൈര്യത്തോടെ ഇരുന്നാൽ മതി. ഇന്ന് മക്കളെ മക്കൾ കിട്ടുള്ളൂ, ചുമ്മാ പ്രാർത്ഥിച്ചുകൊള്ളുക. ആ മക്കളിലൂടെ നന്മ വരും. പ്രതിസന്ധിയാണ് നിരാശത്തെ പ്രാർത്ഥിച്ചുകൊള്ളുക. പ്രതിസന്ധിയിൽ ദൈവം പരിഹാരം തരും. ഇതാണ് വ്യക്തത. 3 ധൈര്യം. പ്രാർത്ഥിക്കുന്ന ദൈവം കൊടുക്കുന്ന 3ാമത്തെ സമ്മാനം കരേജ്. ഇലുമിനേഷൻ, ക്ലാരിറ്റി, കരേജ്. പ്രാർത്ഥിക്കുന്നവർക്ക് നല്ല ധൈര്യമാണ്. സീനായ മലമുകളിൽ പ്രാർത്ഥിച്ച മോശം ധൈര്യത്തോടെ ഇറങ്ങിവന്നു. ധൈര്യത്തോടെ ഇറങ്ങിവന്നു. പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയ്ക്കും നല്ല ധൈര്യം. കൊച്ചു ഈശോ യേശുദാസനെ പ്രാർത്ഥിച്ച് പറയുകയാണ്, ഒറ്റുകൾ അടുത്തതും കയ്യേൽപ്പിക്കാൻ പോവാം. ധൈര്യം. തോമാശ്ലീഹ പ്രാർത്ഥിച്ചു വന്നു, അവനോട് പോയി മരിക്കാം. അതിൻ്റെ അർത്ഥം എന്താ? അവന് ഇല്ലാത്ത ലോകത്ത് ജീവിക്കുന്നതിൻ്റെ ഭേദം അങ്ങ് മരിക്കുക. അവനോട് പോയി നമുക്ക് മരിക്കാം. താപോർ വഴിയും പ്രാർത്ഥിച്ച് യേശുവൻ ധൈര്യമായിരിക്കൂ, താഴ്വരയിലേക്ക് പോകാം. പ്രാർത്ഥിക്കുമ്പോൾ ധൈര്യം. കൊച്ചു കുട്ടികളുടെ കൂട്ടയോട്ടം 100 മീറ്റർ ഓട്ടത്തിന് 10 പിള്ളേർ നിരന്നു. ഒരുത്തിന് വോളിബോളിൻ്റെ മുഴുത്തും, ഒരുത്തിന് ബാസ്കറ്റ്ബോളിൻ്റെ ഷേപ്പ്, ഒരുത്തിന് ഫുട്ബോളിൻ്റെ ടൈപ്പ്, ഒരുത്തിന് ഷൂട്ട് കൊടുത്തിട്ടുള്ളത്. സാർമാർ കൊടുക്കുമ്പോൾ തമ്മിൽ പൊക്കം കൊടുക്കണം. ചരവള നമ്മള കലവള നമ്മള പ്രാർത്ഥിക്കും. സാർമാരോട് കൂടുതൽ പ്രാർത്ഥിക്കുന്ന കുട്ടിക്ക് 1ാം സമ്മാനം കിട്ടിയാൽ മതി. റെഡി, 1 2 3 സ്റ്റാർട്ട്. വിസിൽ. പിള്ളേർ ഓടി. ഓട്ടം പൂർത്തിയായപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ഏറ്റവും അവസാനമായിട്ട് ഫിനിഷ്. എന്നിട്ട് ചരവള കലവള പ്രാർത്ഥിക്കും. സാറന്മാർ തോളി പിടി ചോദിച്ചു, മോനെ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ട് സമ്മാനം കിട്ടിയില്ലെന്നോ ദൈവത്തോട് നിനക്ക് പിഴക്കം വരുന്നുണ്ടോ? അവർ ആരാ പറഞ്ഞ സാറേ സമ്മാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചത്? നീ പ്രാർത്ഥിച്ചതെന്താ? ഒന്ന് സാറേ സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്, തോറ്റാനും കരയാതിരിക്കാൻ മനക്കെട്ടിലെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ജീവിതം ഇങ്ങനെ ചിലപ്പോൾ ഭർത്താവ് തോൽപ്പിക്കും, ചിലപ്പോൾ ഭാര്യ തോൽപ്പിക്കും, ചിലപ്പോൾ മക്കൾ തോൽപ്പിക്കും, സ്നേഹിതർ തോൽപ്പിക്കും. തോറ്റാനും കരയാതിരിക്കാൻ മനക്കെട്ടി വേണം പ്രാർത്ഥിക്കണം. ഇതാണ് ധൈര്യം എന്ന് പറയുക. പ്രാർത്ഥിക്കുമ്പോൾ അനാവശ്യ ഭയം ഒഴിവുന്നു. നോർമൽ ഭയം ഉണ്ടാവും. രക്തത്തെ ഭയം, വെള്ളത്തെ ഭയം, ഉയരത്തെ ഭയം, ആഴത്തെ ഭയം, ഇരുട്ടിനെ ഭയം, പരീക്ഷ ഭയം, പുതിയ മനുഷ്യരെ ഭയം, പുതിയ സ്ഥലത്തെ ഭയം, ആവശ്യമില്ലാത്ത ഭയം. പ്രാർത്ഥിക്കുന്നവർക്ക് ഈ ഭയം ഒന്നും ഉണ്ടാവില്ല. സ്വാഭാവികമായ ഭയം ഉണ്ടാവും. പട്ടി കഴിക്കാൻ വന്നാൽ, ആന കുത്താൻ വന്നാൽ, പാമ്പ് പൊത്താൻ വന്നാൽ, പ്രാന്തി നേരെ വന്നാൽ, കള്ളൻ വീട്ടിൽ വന്നാൽ തീർച്ചയായും ഭയം തോന്നും. അത് നോർമൽ ഭയമാണ്. പട്ടി കഴിക്കാൻ വരുമ്പോൾ ആരും പറയും സുരക്ഷനായ കഴിച്ചിട്ട് പോട്ടെ, ജീവനും കൊണ്ടുള്ളൂ. അത് നോർമൽ ഭയം. നോർമൽ ഭയം
ഞാൻ കാസർഗോഡ് ഒരു വണ്ടി ധ്യാനം ചെയ്യുവാണ്. ധ്യാനം ചെയ്ത് ഉച്ചയ്ക്ക് അടുത്തുള്ള മഠത്തിലേക്ക് ചോറുണ്ണാൻ പോവുക. സിറ്റിയിലൂടെ കടന്നു പോകണം. ഒരു പ്രാന്തൻ ചായകനിരിക്കുന്നു. കീഴിയ പൈജാമ രൂപ എന്നവരുടെ മീശാദീക്ഷാമുടി ഒരു കാപ്പിക്കും പേരുണ്ട്. ഞാൻ പോകുമ്പോൾ ഈ പ്രാന്തൻ കപ്പും കൊണ്ട് ഓടി ആൾക്കാർ ചിരിക്കാൻ തുടങ്ങി. ഉറുമിനെ പോലും കൊല്ലുകയല്ല, ചുമ്മാ ശബ്ദം വന്നിട്ടുള്ളൂ. എനിക്കറിയില്ലല്ലോ. ഞാൻ ഉപ്പായിട്ടില്ല, ഓടാനൊരു പറ്റിയില്ല. ഈ പ്രാന്തൻ ചോദിച്ചു, അച്ഛൻ എവിടെ പോകും? ഞാൻ രക്ഷപ്പെടാൻ പറഞ്ഞു, മണ്ണ് ഉണ്ണാൻ പോവാ, ഇപ്പം തന്നെ കൊണ്ടുപോയി. പ്രാന്തൻ വഴി നാട്ടിയിട്ടു, റോഡിൽ മുട്ടുകുത്തി, കൈ സ്വന്തം പ്രാർത്ഥന, പിതാവേ പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ ഉടൻ നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന എന്ന് പറയുന്നത് തമ്പുരാൻ മാത്രം അറിയാം. കള്ളം വീട്ടിൽ വന്ന പേടി വന്നു. 3 മണിയിൽ കള്ളം വീട്ടിൽ വന്നു. വാതിലടച്ചു. 65 വയസ്സുള്ള ഭർത്താവും ഭാര്യയും 2 പേരും കളിക്കുക. കടലിയെ പോക്കറ്റ് തോക്കെടുത്ത് കള്ളം വന്നു. എൻ്റെ രീതി ആദ്യം പേര് പറയുമ്പോൾ നെറ്റിയിൽ വെടിവെച്ച് പോലും സാധനം എടുത്തോളൂ. 2 പേരും കളിക്കുക. ഭാര്യയെ നെറ്റി തോക്കുവെച്ചു. എന്നതായി നിന്റെ പേര്? ഭാര്യ പറഞ്ഞു, പൊന്നു കള്ള, എന്നെ കൊല്ലരുത്. എൻ്റെ പേര് എലിസബത്ത്. കള്ളം തോന്നുന്ന ഭാര്യയും കള്ളം പറഞ്ഞു, എൻ്റെ അമ്മയുടെ പേര് എലിസബത്ത്. അങ്ങനെ പേര് കൊല്ലാൻ പറ്റിയത് കയറി പിടിച്ചു പോകാൻ പറ്റും. കെട്ടിയവൻ കഴിയുന്ന നടത്തിയ കള്ളം പോകരുത്. കെട്ടിയവൻ ജീവിച്ചു. എന്നതാണ് എൻ്റെ പേര്? കെട്ടിയവൻ പറഞ്ഞു, പൊന്നു കള്ള, എന്നെ കൊല്ലരുത്. എൻ്റെ പേര് വർഗീസ്. നാട്ടുകാരെല്ലാം എന്നെ എലിസബത്ത് എന്നാണ് വിളിക്കുന്നത്. ഈ നോർമൽ പ്രാർത്ഥിക്കുമ്പോൾ അഗാധമായ ഭയം വിട്ടുപോകും. ക്രിസ്തു തന്റെ 30 വർഷത്തെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ 5 രീതികൾ നമ്മളെ പഠിപ്പിച്ചു. ആ രീതികൾ നമ്മൾ ഫോളോ ചെയ്യാം. 1, പ്രേ വിത്ത് ഫെയ്ത്ത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പ്രേ വിത്ത് ഫെയ്ത്ത്. മത്തായി 9:16 മുതൽ 25 വരെ വാക്യങ്ങൾ. ഒരു പുരുഷാരം യേശുവിനെ പിന്തുടരുന്നു. എല്ലാവരും തിക്കി ഞെക്കി അവനെ പ്രസ് ചെയ്തിരിക്കുക. രക്തസ്രാവമുള്ള സ്ത്രീ വാസ്തവത്തിന് വെള്ളത്തിൽ ചോദിച്ചു, തൊട്ടു രോഗം വിട്ടുമാറി. യേശു ചോദിച്ചു, ആരായിരുന്നു തൊട്ടത്? പത്രോസ് ചിരിച്ചോണ്ട് പറഞ്ഞു, എന്നാ ചോദ്യമാണ്, ആരാതിനെ തൊടാത്തത്? എല്ലാവരും ഒരുമിച്ചോണ്ട് നിൽക്കുകയല്ലേ. ക്രിസ്തു പറഞ്ഞു, ശക്തി പറഞ്ഞു, മകളെ നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കും. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കും ഒരു വിശ്വാസം. എൻ്റെ പള്ളികളോ വഴിയിട്ടും ഒരു വിശ്വാസം. രോഗം വിട്ടുമാറും ഒരു വിശ്വാസം. ലഭിക്കുന്നവർക്കൂടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് നമ്മൾ തമ്പുരാനോട് വ്യവസ്ഥ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. യാക്കോബ് പറഞ്ഞത്, എന്നെ അംഗീകരിക്കാതെ നിന്നെ ഞാൻ പിടിയല്ല. ഈ രാത്രി പറയണം, കർത്താവേ 2024 നിന്റെ ക്രിസ്മസ് ആഘോഷം മുമ്പായി നീ എൻ്റെ പള്ളിയിൽ വരുന്ന വഴിയെ ഓർത്ത് എനിക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പള്ളിയിൽ നിന്ന് വരുമ്പോൾ ആ വഴിയിലൂടെ കുറുകെ നടന്ന് പ്രാർത്ഥിക്കണം. ഈ മണ്ണ് എൻ്റെതാക്കണേ, ഈ വഴി എൻ്റെ പള്ളിയുടേതാക്കണേ. പ്രാർത്ഥിക്കുക. ക്രിസ്മസിന് മുമ്പ് ഉത്തരവുകൾ കാണും വ്യവസ്ഥയോടെ. മോടെ കല്യാണം നടന്നില്ല, പ്രാർത്ഥിക്കും. ഇന്നേക്ക് 3 മാസത്തിനുള്ളിൽ എൻ്റെ മകൻ്റെ കല്യാണം താല്പര്യം പുരുഷനെ ഓർത്ത് സ്തുതിക്കുന്നു. ഒരു വീട് പഠിക്കും. ഇന്നേക്ക് 6 മാസത്തിനുള്ളിൽ നീ ഒരു വീടിനായി നന്ദി. ഇന്നേക്ക് 10 മാസത്തിനുള്ളിൽ നീ നിന്റെ വീടിനായി നന്ദി. കിട്ടിയ പോലെ വിശ്വാസം രക്ഷിച്ചിരിക്കും. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിൽ ഒരു വലിയ ഫലമുണ്ട്. തൊടുപുഴ എൻ്റെ PA ജോസഫ് എൻ്റെ കുടുംബ സുഹൃത്താണ്, വ്യക്തിപരമായ സുഹൃത്തുമാണ്. ഞങ്ങൾ വിളിക്കും അവസരപ്പിച്ച്. അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഒരു മനുഷ്യനിക്ക് 1.5 സ്ഥലം സമ്മാനം തന്നു ഒരു ജീവകാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടി. ഞാനൊരു സ്ഥാപനം വേണം ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. പക്ഷേ BJP സർക്കാർ അത് നടത്താൻ ഒരുപാട് താമസിപ്പിച്ചു. പെർമിഷൻ തന്നു. പക്ഷേ 5 കുട്ടികൾക്ക് ഒരു ഡോക്ടറെ താമസിപ്പിക്കണം, നടത്താൻ പറ്റിയാൽ. ഇന്ന് ഭിന്നശേഷിക്കാരായ 25 പേരെ ഞാനവിടെ നോക്കുന്നു. തൊഴിൽ പുറപ്പണിയില്ല. ഇപ്പം ജോസഫിൻ്റെ മകനും ഭിന്നശേഷിക്കാരനെ ജോസഫ് മോനെ കൊണ്ട് പണിയാണം. അപ്പം എന്നോട് പറഞ്ഞു, അച്ഛൻ വീട്ടിൽ വരുന്നത് വരണം. ഭാര്യ ശാന്തമ്മ പറഞ്ഞു, അച്ഛനെ വിളിച്ച് പശുക്കൂടി ഒന്ന് പ്രാർത്ഥിപ്പിക്കണം. ജോസഫിന് 34 പശുക്കളുണ്ട്. 1000 ലിറ്റർ പാല് മെന്നെ കൊടുക്കുന്നു.
ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്ന ഒരു പശു 27 പാലിക്കുന്ന പശുവാണ്. പക്ഷെ ചരം പിടിച്ചാൽ 2-ാം മാസം കലങ്ങി പോവുക. അച്ഛൻ വന്ന് പശുവിനെ പ്രാർത്ഥിക്കും. പാല് വന്ന് അച്ഛനെ പ്രാർത്ഥിപ്പിക്കും. ഞാൻ അവസരം വെച്ചാൽ മനുഷ്യൻ പോകും, പശു എരുമ ആൾ ഒക്കുമെന്ന് എനിക്ക് സംശയമുള്ളത്. അച്ഛൻ പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസമല്ലേ. ഞാൻ ചെന്നു. ശാന്തമയും അവൻ അപ്പവും വീട്ടുകാരുണ്ടായിരുന്നു. വേഗാലയക്കാരും പണിക്കാരുള്ളത്. ജോസഫ് സ്റ്റോളും ഹോളിവാർഡും പുസ്തകം വെച്ചിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവേ, എൻ്റെ മങ്ങിയ വിശ്വാസം കാണാതെ ജോസഫിൻ്റെ വെള്ളത്തിലെ വിശ്വാസം കണ്ടുകൊണ്ട് നിന്റെ അത്ഭുത അടയാളമായി ഈ ഓസ്ട്രേലിയൻ പശുവിന് ഒരു ഇന്ത്യൻ ചലമുണ്ട് അനുഭവിക്കുന്നത്. ആനന്ദം വെച്ച് പാത്രക്കാരിയായി അകടും പാലും ആനത്തെ ഒളിവാട്ടിലോട്ട് തന്നെ ഞാൻ തിരിച്ചു. പിന്നെ കുറേ നാൾ ഞാൻ ജോസഫിനെ പിടിച്ചില്ല. പശുവിനെ സ്ഥലം പിടിച്ചില്ലെങ്കിൽ എനിക്ക് നാളൊക്കെ ഒരിക്കൽ ജോസഫ് പിടിച്ചു. ഉത്തമരിക്കൽ ചെല്ലാതെ അച്ഛ വിശ്വാസം അത്ഭുതം പ്രവർത്തിച്ചു. പശുവിന് ചലം പിടിച്ചു. കഴിഞ്ഞ ആഴ്ച പ്രസവിച്ചു ഒരു പശുക്കിടാവും. അച്ഛ ഞാൻ തന്നെ അതിന് പേരിടും അനാർക്കലി. അച്ഛനെ വേണമെങ്കിൽ പേര് മാറ്റിയിടാം. ശാപം പറഞ്ഞു അച്ഛനെ പിടിച്ച് അതിൻ്റെ പാലുകൾ ഒരു ചായ കൊടുക്കണം. ഞാൻ ചെന്നു ചായ പിടിച്ച് പോകുന്നു. പിന്നെ ജോസഫിൻ്റെ പാർട്ടിക്കാർ പുറപ്പെടുവിൽ മീറ്റിംഗ് വിളിക്കും. ജോസഫ് പറഞ്ഞു പുത്തമ്പലേശനെ വിളിച്ചു കാട്ടിച്ച ചായ പിടിക്കാൻ ജോസഫ് ചായ പിടിച്ചു. ദൈവത്തിന് 1000 നന്ദി. അന്ന് രാത്രി 10:30 ജോസഫിൻ്റെ സംസ്ഥാന ഭാരവാഹി കോമഡിയിൽ നിന്നും എന്നെ വിളിച്ചു. പുത്തമ്പലേശനാണ് അവസരത്തിന് ബഷീർ വഴി പ്രാർത്ഥിച്ചതോ ചാനലിച്ചതോ പലരും നേരെ എൻ്റെ അച്ചോ. അങ്ങനെയാണ് ഒട്ടും താമസിയാതെ വണ്ടിപ്പെരിയാറിലുള്ള എൻ്റെ വീട്ടിൽ ഒന്ന് വരണം. അതെന്താ ഒരു പന്നിക്കൊട്ട തീ ഒരു ചനയും ഇല്ലാതെ കിടക്കുവാണ്. എന്തെങ്കിലും കാണിച്ച് അതിനെ ശരിയാക്കി തരണം. ചില മനുഷ്യ വിശ്വാസം ഇങ്ങനെയാണ്. നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. നടക്കും, കിട്ടി, ചോദിച്ച കിട്ടും, കിട്ടിക്കഴിഞ്ഞു. അവർ പ്രേ വിത്ത് ഫെയ്ത്ത്. ദൈവത്തെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. അവസാന നിമിഷം കാക്കേണ്ടിന് അപ്പം കൊടുത്ത ഏലിയാവാണ് ദൈവം. ഓരോ പ്രാർത്ഥനയും അവസാന നിമിഷം വരെ ഉത്തരം വരും. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ത്യാഗം കൊടുത്ത് പ്രാർത്ഥിക്കണം. ചെറിയ ത്യാഗം. നമ്മൾ ഓരോ രോഗങ്ങളും ഒരു ത്യാഗം എടുക്കണം പ്രാർത്ഥിക്കാൻ. ക്രിസ്തു പറഞ്ഞു ഉപവാസം കൊണ്ട് സാത്താനെ ദൂരെ എത്താൻ പറ്റും. ചെറിയ ത്യാഗം. അപ്പോസ്തലരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായം. സാവൂൾ ഉപവാസം പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിൽ നിന്നും ചെറുകൽ അടഞ്ഞു വീണു. ത്യാഗം. നല്ല ആരോഗ്യമുള്ളവർ വെള്ളിയാഴ്ച ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ച് സ്വയം പരിശീലിക്കണം. രോഗമുള്ളവർ ഒരു നേരത്തെ ഭക്ഷണം മാത്രം ഒഴിക്കണം. നല്ല ക്ഷീണമുള്ളവർ ഇഷ്ടപ്പെട്ട ഐറ്റങ്ങൾ വേണ്ടതുണ്ട്. ചില കമന്റ് വരുമ്പോൾ മൗനം പാലിക്കും. ഓരോരോ ത്യാഗമാണ്. ത്യാഗം പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട്. ആണുങ്ങളെക്കാൾ ത്യാഗമെടുക്കാൻ കഴിവുള്ളത് പെണ്ണുങ്ങൾക്കാണ്. അതുകൊണ്ട് അമ്മമാരും ഭാര്യമാര് ഉപവാസത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കും. അത് ആണുങ്ങൾക്ക് സഹനശക്തി കുറവ്. തലവേദന വന്നു ലോകമഹായുദ്ധം, വൈദ്യവേദന വന്നു സുനാമി, നെഞ്ചുവേദന വന്നു ഭൂമികുലുക്കം, സഹിക്കില്ല. പക്ഷെ നല്ല ആവശ്യമായി തലച്ചോറ് കഴുപ്പ. എന്നാലും പറയും ഒരുപാട് കുടിച്ചറിയായിരുന്നു തലവേദന മാറും. വയറ്റിൽ മൂടല, മഞ്ഞവെള്ളം കുടിച്ചറിയാം വലിയ മൂലം കൂടും. സഹിച്ചുകൊണ്ടിരിക്കും അവസാനം. അതുകൊണ്ടാണ് ദൈവമായ കഥ പ്രസവിക്കുന്ന വകുപ്പ് പെണ്ണുങ്ങൾക്ക് ചെയ്യും. തമിഴ്നാടറിയാം ഇതാളുകളുടെ വകുപ്പാണ്. ഒറ്റ പ്രസവം ലോക അവസാനം. ഈ പരിപാടിക്ക് ഇല്ല. ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ അച്ഛ എൻ്റെ മോൻ ഉണ്ടായപ്പോൾ എന്തൊരു വേദനയായിരുന്നു. ഇനി ഈ പരിപാടിക്ക് ഇല്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ ദൈവത്തോട് 11 പ്രാവശ്യം ആലോചന വിളിച്ചു. ഇനിയൊന്നും വേണ്ടാന്നുള്ള എൻ്റെ തീരുമാനം എൻ്റെ കർത്താവെ ശരിയാണോ തെറ്റാണ്. അങ്ങനെ 11 പ്രാവശ്യം ആലോചന ചോദിച്ചു എൻ്റെ അച്ഛ ഞാനിന്ന് 12 മക്കളെ അമ്മയാണ്. സഹനശക്തി ദൈവം സ്ത്രീക്കാണ് കൊടുത്തിരിക്കുക. സഹനശക്തി ഈ അമ്മ സഹിക്കുന്നത് മക്കൾ കാണുന്നു. മക്കൾക്ക് സ്നേഹം അമ്മയോടാണ്, ബഹുമാനം അമ്മയോടാണ്, സ്നേഹം അമ്മയോടാണ്. കുഞ്ഞുങ്ങളെ വർത്താനം കൂടുതൽ അമ്മയോടാണ്. പനി വന്നപ്പോൾ രാത്രി ഉറക്കളിച്ചത് അമ്മ, കൈ പിടിച്ച് പനി കൊണ്ടുവന്നത് അമ്മ.
എപ്പോഴും ശ്രദ്ധിച്ച അമ്മ. ഇവിടെ മക്കളെ വർത്തനം അമ്മയോട്. അമ്മേ ചെയ്തില്ലേ, അമ്മേ അവളില്ലേ, അമ്മേ കൊലയില്ലേ, അമ്മേ ഫോണില്ലേ, അമ്മേ ചോറില്ലേ. അപ്പോഴൊക്കെ ചോദ്യം അപ്പ അമ്മയില്ലേ. സ്നേഹം ത്യാഗം അമ്മയോട് ഒരു സ്നേഹമുണ്ട്. സ്നേഹം നമ്മൾ ത്യാഗം പ്രാർത്ഥിക്കണം. ഒന്ന് വിശ്വാസം, രണ്ട് ത്യാഗത്തോടെ, മൂന്ന് കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ പോലെ, ശിശുക്കളെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കും എന്നാണ് നടത്താൻ പറ്റിരിക്കുക. എന്താണ് കുഞ്ഞുങ്ങളുടെ പ്രത്യേകത? പിള്ള മനസ്സിൽ കളരില്ല, അഹങ്കാരമില്ല, സിമ്പിൾ സോൾ, ശുദ്ധ ഹൃദയമാണ് കുഞ്ഞുങ്ങൾക്ക്. അവർക്കെല്ലാം നേരെ നേരെ എരുമേലി എടുത്ത് കൊല്ലമള എന്ന പള്ളിയിൽ ഞാൻ വ്യാപിപ്പിക്കുന്നു. ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി രാവിലെ ഒരു ചെറിയ ആൺകുട്ടി അമ്മയുടെ എലി ഇരിപ്പുണ്ട്. ഇതുകൊണ്ട് ഉരുപ്പിട്ട് അച്ഛന്മാരെ കണ്ട് കുട്ടിക്ക് പറ്റിയത്. കുട്ടി അമ്മയോട് വിളിച്ചു, എന്നതാമേ ഇത്? അമ്മ ഇതല്ല, ഈശോയ സ്തുതിയല്ല. കുഞ്ഞു സ്തുതിയില്ല. പ്രാർത്ഥനയ്ക്ക് പോരുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് കയറിൻ്റെ പന്തലിൽ പച്ച കോവയ്ക്ക തൂത്ത് തുണിക്കിടക്കും. 5-6 ഇളം കോവയ്ക്ക പറിച്ച് കറന്നതാ കഴിച്ചു. എൻ്റെ കുട്ടി അമ്മയോട് നോക്കുമ്പോൾ താണ്ട് യേശു ഇവിടെ കോവയ്ക്ക മൊത്തം പറിച്ചുകൊണ്ട് പോകുന്നു. അതിന് പിള്ളേർക്ക് ഓടിക്കാറില്ല. ഇടുക്കി ജില്ലയിലെ കമ്പമട്ട് പള്ളി ഞാൻ വൈകിട്ട് പള്ളിച്ചു. വികാരി അവിടെയില്ല. അടുത്തുള്ള ബന്ധുവീട്ടിൽ രാത്രി താമസിച്ചു. രാവിലെ 6 എഴുന്നേറ്റ് 7 ബസ്സിൽ കൊണ്ടുത്തി വരും. ഞാൻ ഒരുങ്ങുമ്പോൾ 4 വയസ്സുള്ള കൊച്ചുമോൻ കോൾഗേറ്റിൻ്റെ പേസ്റ്റും ടൂത്ത് ബ്രഷുമായി എഴുന്നേൽക്കും. പേസ്റ്റ് പുത്തന്, ബ്രഷ് ആരോ തേച്ചതുപോലെ ചകിരിയുള്ള വെള്ളം തിരിക്കും. അങ്ങനെ പോലെ പേസ്റ്റ് മതി, വെള്ളം തേച്ചോളാം, ബ്രഷ് വേണ്ട. അതെന്താ മക്കളെ, ഇത് നിങ്ങൾ തേക്കുന്ന ബ്രഷാണ്. അച്ഛനെ കണ്ടപ്പോഴേ വീട്ട് കൊണ്ട് കുഞ്ഞിനെ വലിയോ ഞങ്ങളാരും തേക്കുന്നതല്ല, ഇത് വീട്ടുകാർക്ക് ചെയ്യുന്ന ബ്രഷാണ്. ഈ പിള്ളാട് ബ്രഷാണ് ഒളിക്കാനും പറഞ്ഞില്ല. 2 കൊച്ചുകുട്ടികളെ തിരുവനന്തപുരത്ത് നിന്നും കാരണവന്മാര് തൊടുപുഴ ബസ് കയറ്റി സൂപ്പർ ഫാസ്റ്റ്. കുറച്ച് കഴിഞ്ഞു അവർ കൊട്ടാരക്കരയായിരുന്നു. കണ്ടക്ടർ സാറേ തിരുവല്ല ആവുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണം. കണ്ടക്ടർ അവിടെ ഇരുന്നു ആവുമ്പോൾ പറയാം. അടിപൊളി ഇതാണ് തിരുവല്ല. ശരി പെട്ടാൽ പോയിക്കാം. 10 തിരുവല്ലയാണ് പോകുന്നത്. എന്തൊരു തിരക്കണം, പോയി പിള്ളേർ പേടിച്ചു. അവിടെ അവർ ഇറങ്ങിപ്പോയി. കണ്ടക്ടർ ഇറങ്ങിപ്പോയി. തിരുവില്ലായി വന്നപ്പോൾ കയറാനും ഇറങ്ങാനും ആരുമില്ല. ആൾക്കാർ ബഹളം വെച്ചു. 2 കുഞ്ഞുങ്ങൾ വന്നതിന് തിരുവില്ലാകുമ്പോൾ പറയണം, എന്തൊരു മര്യാദയാണ്. ഒന്നേ വേറെ വേണ്ടി കയറ്റി വിടും, അല്ലെ എന്താണ് ചെയ്തു വിടും. അരിശമുള്ള കണ്ടക്ടർ വല്ലാതെ അരിശം. കണ്ടക്ടർ പറഞ്ഞു, കയറി പാടാം, ഇറങ്ങി പാടാം, ഇതാ തിരുവല്ല. മൂത്തം പറഞ്ഞു, അയ്യോ അനുഭവം വേണ്ട. പിന്നെ അമ്മ പറഞ്ഞായിരുന്നു, തിരുവല്ലായി ചേരുമ്പോൾ ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിച്ച് ഒരെണ്ണം അനിയന് കൊടുക്കണമെന്നാണ് ആരോടും ഞാൻ കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്. പിള്ളേ മനസ്സിൽ കാണുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പോലെ തലക്കലുമില്ല, ജാതിയില്ല, ഒരു കഴിവില്ല. 1 പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ, 2 ത്യാഗത്തോടെ, 3 കുഞ്ഞുങ്ങളുടെ ഇഷ്ടം, 4 പ്രേ വിത്ത് ടീയേഴ്സ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, കരഞ്ഞു പ്രാർത്ഥിക്കണം. ബൈബിളിൽ ക്രിസ്തുവിൻ്റെ കണ്ണ് നിറഞ്ഞ 2 മുഹൂർത്തങ്ങളേ ഉള്ളൂ. മത്തായി 23 34 വാക്യം 24 3 വാക്യം വരെ യേശുവിൻ്റെ കണ്ണ് ആദ്യം നിറഞ്ഞു പ്രാർത്ഥനയിൽ. മത്തായി 23 34 24 3 വാക്യം വരെ. ഒലിവുമല ഇറങ്ങി ബത്ലഹേമിൽ വന്ന യേശു അക്കരെയുള്ള ജെറുസലേമിനെ നോക്കി. ജെറുസലേമിനെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, ജെറുസലേം ജെറുസലേം, പിഴപ്പോലി എൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ കാലം പോലെ ഞാൻ നിന്നെ കരുതിയിട്ടും. പ്രവാചകന്മാര് കണ്ണെന്റെ ദുരിതം നെടുകിൽപ്പെട്ട് കണ്ണു നടന്നു. 37 വർഷം കഴിഞ്ഞ് ആ ജെറുസലേം നഗരം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നത്. 2ാമത് യേശുവിന്റെ കണ്ണു നടന്നത് യോഹന്നാൻ 11:35. ബൈബിളിലെ ഏറ്റവും ചെറിയ വചനം യോഹന്നാൻ 11:35. ലാസറിനെ കപ്പലിൽ നിന്നും യേശു കരഞ്ഞു. ജീസസ് വെപ്റ്റ്. ഒരു ചെറിയ വചനം. അടുത്ത നിമിഷം
പ്രേതശീലകളാൽ ബന്ധിതനായ ദാസ് അഴുകാത്ത ശരീരത്തോട് കരളിൽ നിന്നും ഇറങ്ങി വന്നു. കരഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. കരഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് ഒരമ്മയുടെ കണ്ണുനീര്, ഒരപ്പൻ്റെ കണ്ണുനീര് ഒരു വലിയ വിലയാണ്, വലിയ വിലയാണ്. ലോകമടിക്കുന്ന പാടും കണ്ണുനീരിൻ്റെ വിലയല്ലേ. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക കൊത്താൻ വന്നത്, കോഴിക്കുഞ്ഞ് കരഞ്ഞോ തള്ളക്കോഴി ചേർക്കടിക്കും, പശുക്കിടാവ് കരഞ്ഞോ തള്ളപ്പശു കൊമ്പ് വരും, ആട്ടുകുഞ്ഞ് കരഞ്ഞോ തള്ളയാട് കുത്താൻ വരും. ഇരുവരുക്കും ഒരു കേൾക്കാതെ ഉറങ്ങുന്ന അമ്മ കുഞ്ഞ് കരഞ്ഞാൽ ചാടി എഴുന്നേക്കും. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക വരുമെങ്കിൽ, കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി വരുമെങ്കിൽ, പശുക്കിടാവ് കരഞ്ഞാൽ തള്ളപ്പശു വരുമെങ്കിൽ, ആട്ടുകുഞ്ഞ് കരഞ്ഞാൽ തള്ളയാട് വരുമെങ്കിൽ, കുഞ്ഞ് കരഞ്ഞാൽ അമ്മ എഴുന്നേക്കുമെങ്കിൽ കുരിശിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ ക്രൂശിതൻ ഇറങ്ങി വരും. കുർബാനയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ കുർബാനയിലെ ദൈവം ഇറങ്ങി വരും. ബൈബിളിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ ബൈബിളിന്റെ ദൈവം ഇറങ്ങി വരും. കരഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലം. ഭൂമിയിൽ എല്ലാ ദ്രാവകങ്ങളും തലയിൽ വീഴും. പാല്, തേന്, എണ്ണ, വെള്ളം തലയിൽ വീഴാതെ മുകളിലോട്ട് പോകുന്ന ഒരേ ഒരു ദ്രാവകം നൊന്തുമറ്റേ അമ്മയുടെ കണ്ണുനീര്, ജനിപ്പിച്ച അപ്പന്റെ കണ്ണുനീര്. കർത്താവ് പറയും, ഇതിന് ഓരോന്നിന്റെ കണ്ണുനീരും ഒരു കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. ഹൃദയം തുണിയവർക്ക് കർത്താവ് സമീപസ്ഥന. കരഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലം. ചിന്തകളെ അവസാനിപ്പിക്കാം. 5 എളിമയോടെ പ്രാർത്ഥിക്കും. പ്രേ വിത്ത് ഹ്യൂമിലിറ്റി. എളിമയോടെ പ്രാർത്ഥിക്കും. ലൂക്കോസ് 18 8 മുതൽ 15 വരെ വാക്യങ്ങൾ. ലൂക്കോസ് 18 8 മുതൽ 15 വരെ വാക്യങ്ങൾ. ഫരിസേയനും ചുങ്കക്കാരനും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഫരിസേയൻ അഹന്തയോടെ, ചുങ്കക്കാരൻ എളിമയോടെ. എളിമയോടെ പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു എന്നാണ് യേശുദാൻ ബൈബിളിൽ പറയുക. നമുക്കും പ്രാർത്ഥിക്കുമ്പോൾ എളിമയോടെ. ആ എളിമയാണ് അച്ഛന്മാരോട് നിങ്ങൾ പ്രാർത്ഥന ചോദിക്കണം, ഉപദേശികളോട് പ്രാർത്ഥന ചോദിക്കണം, പ്രായമായ അപ്പനമ്മമാരോട് പ്രാർത്ഥന ചോദിക്കണം. അതോട് പറയുന്നത് എന്താ? എന്നേക്കാൾ സ്വീകാര്യത നിന്റെ പ്രാർത്ഥനയുണ്ട്. എഴുതപ്പെടുക, അവരുടെ വിശുദ്ധി അംഗീകരിക്കുക, പ്രാർത്ഥന ചോദിച്ചു പിടിച്ചോളൂ. പ്രാർത്ഥിക്കാൻ ഏറ്റയാൾ മറന്നാൽ പ്രാർത്ഥന ചോദിക്കുന്ന വിനയം കാണുന്ന കർത്താവ് നമ്മുടെ ആഗ്രഹത്തിൽ ഉത്തരം തരും. ഉറപ്പാ. മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചു മേടിച്ചോളൂ. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു 7 വർഷക്കാലം. ലോകാലയിൽ പഠിക്കുന്ന കാലം അവിടെ ഞങ്ങളുടെ ആശ്രമം 2ാം ശനിയാഴ്ച തോറും ഒരു പ്രാർത്ഥനയാണ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 3 വരെ. ഇപ്പം 500ഓളം പേര് മുടങ്ങാതെ പ്രാർത്ഥനയിൽ വരുവാൻ. 3 മണിക്ക് ധ്യാനം കഴിയുമ്പോൾ എല്ലാവർക്കും ചൂട് കഞ്ഞി, ചെറുപയർ തോരൻ, നാരങ്ങ അച്ചാറ്, പപ്പടം കാച്ചത് എല്ലാ 2ാം ശനിയാഴ്ച കൊടുക്കും. ഒരു 2ാം ശനിയാഴ്ച എല്ലാവരും പോയി കഴിഞ്ഞു. വിഴിഞ്ഞം ഭാഗത്ത് വരുന്ന 65 വർഷം പ്രായമുള്ള ഒരു മീൻ കച്ചവടക്കാരി ആൻറ്റി ദുഃഖത്തോടെ പള്ളിയുടെ വാതിലിരിക്കും. ഞാൻ ചോദിച്ചു, എന്നാണ് വിശേഷം? ഒരു സങ്കടം. സ്ത്രീ പറഞ്ഞു, അച്ഛാ, ഭർത്താവ് അബുദാബിയില, അറബി ക്രൂരന, ശമ്പളം 75,000 രൂപ കിട്ടാൻ പാസ്പോർട്ടും പിടിച്ചു വച്ചിരിക്കുന്നു. അച്ഛൻ ഇതുപോലെ പ്രാർത്ഥന നടത്തുന്നു പറഞ്ഞപ്പോൾ കെട്ടിയോ പറഞ്ഞു, ജോസഫ് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിപ്പിക്കുകയും അറബി ശമ്പളവും പാസ്പോർട്ടും തന്നാൽ 75,000-ന്റെ 10-1 8,500 രൂപ അച്ഛന് ശുശ്രൂഷയ്ക്ക് കൊടുത്തേക്കാവുന്ന വാക്കുകൊണ്ടേ അച്ഛൻ പ്രാർത്ഥിക്കണം. കിട്ടിയാൽ 10-1 അച്ഛനും കൊള്ളാം. നമ്മൾ ശരി പ്രാർത്ഥിക്കാം. 100 കോടി കാര്യങ്ങളിൽ പ്രാർത്ഥനാ വിഷയം ഞാൻ മറന്നുപോയി. പിറ്റേ 2ാം ശനിയാഴ്ച എല്ലാവരും പോയി ഈ ആൻറ്റി ചെറിയ ദുഃഖത്തോടെ ചിരിയുമായിട്ട് പള്ളിയിലിരിക്കുന്നു. ഈ ചമ്മനെ മമ്മനെ ഞാനാണ്. പ്രാർത്ഥന മൊത്തം മറന്ന അച്ഛന. ഞാൻ ചോദിച്ചു, ആൻറ്റി എന്നാണ് വിശേഷം? അറബിക്ക് മാറ്റം വല്ലതും ഉണ്ടോ? എൻ്റെ അച്ഛ മാറ്റമുണ്ടോ? പറഞ്ഞ 10-ാം ദിവസം അറബി ശമ്പളവും കൊടുത്തു, പാസ്പോർട്ടും കൊടുത്തു. ഇന്നലെ കെട്ടിയോ പറഞ്ഞു, പുത്തമ്പദേശത്ത് പ്രാർത്ഥന കിട്ടിയതായി കൊടുത്തേക്കാൻ 8,500 ഉണ്ടച്ച. വീട്ടമണി കാർഷിക ക്ലാസ്സിൽ പൊതിഞ്ഞ് വെച്ച മത്തിയുടെ ചെറുമ്പിലും അയലയുടെ കൊണ്ടുകൊണ്ട
100-ന്റെ എമർജൻസിയോട് നീട്ടി നിർത്തിയിട്ടു കാശിൻ്റെ മേടിക്കാൻ പറ്റും. തന്നെ ഇനി പ്രശ്നം വരുമ്പോൾ എന്നോട് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ മേശ വെച്ചു. ഞാൻ മറന്നാലും ദൈവം മറക്കുകയില്ല. പ്രാർത്ഥന ഏൽപ്പിച്ചോ ആ എളിമകളുടെ ദൈവം ചിന്തകളെ നമുക്ക് അവസാനിപ്പിച്ചു കൊണ്ടുവരാം. കീരിയുടെ പേപ്പറിനോട് കെട്ടിയോ കീരിയുടെ എനിക്കൊരു കോബ്ര ബിരിയാണി കഴിച്ചാൽ കൊള്ളാം. അപ്പം പെൺകീരി കെട്ടിയോട് എനിക്കൊരു കോബ്ര ബിരിയാണി കഴിച്ചാൽ കൊള്ളാം. കീരി മുറുകമ്പാറിൻ്റെ കോബ്ര ചെറു നടു തോന്നി ഒറ്റക്കളി. കാരണം കോബ്ര ബിരിയാണിക്ക് വേണ്ടിയ വേറെ തന്നത് മുറുക്കമ്പാറും ഒറ്റക്കൊത്ത് കീരിയുടെ ദേഹത്ത് ബാധിച്ചു. ഒറ്റക്കൊത്തിൽ 60% വിഷം കീരിയുടെ ദേഹത്തായി. കീരി അളന്നു പുറകോട്ട് കയറി. കീരിക്ക് വന്നയാൾ ഇലയാണ്. അത് കഴിച്ചു വലിച്ചാവശ്യം ജ്യൂസാക്കി കുടിച്ചിറങ്ങി. ആ നീരിറങ്ങിയപ്പോൾ വിഷം അങ്ങ് തീർന്നുപോയി. കീരി വീണ്ടും വന്നു. കോബ്രയെ വീണ്ടും കഴിച്ചു. കോബ്ര വീണ്ടും കുത്തി. 30% വിഷം കൂടി കോബ്രയെ കൊടുക്കുന്നു. പിന്നെ 10% ഉള്ളൂ. കീരി കാട്ടിപ്പോയി. അറിയാത്തവരെ കടിച്ചു വസിക്കുന്നു. ശുദ്ധീകരിച്ച് തിരിച്ചു. അവസാനം വന്നപ്പോൾ കൊത്തിനെ ബലം വന്നു. 10% വിഷം കൂടി മൂട്ടയിൽ കൃത്യം തീർന്നു. കീരി ചെറിയ ക്ഷീണം കാട്ടിപ്പിയാൻ തിരിച്ചു. ഈ പാമ്പിന് വിഷം വരും. ഒരു കീരിയിൽ കൊടുക്കും. പാമ്പിൻ്റെ ഓർമ്മ വിഷമെന്ന 4-ാം പ്രാവശ്യം കീരി കൊണ്ടും പാമ്പ് കൊത്തി ചുവട് വിഷമില്ല. സനി കീരി പാമ്പിനെ കൊടുത്തു. കൊന്നിട്ട് ഭാര്യയ്ക്കും മകൾക്കും കോബ്ര ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. ആ കീരി. ഇതുപോലെയാണ് പ്രാർത്ഥന. നമ്മൾ ഒരുപാട് ടെൻഷൻ ഒത്തിരി ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ ലോകത്തിലുള്ള പാമ്പുമായിട്ട് നമ്മുടെ യുദ്ധത്തിലാണ് ഇടവേല ആൾക്കാരാകാം, ജോലിസ്ഥലമാകാം, ജീവിതപങ്കാളിയാകാം, പകയുടെ കുടുംബമാകാം, മക്കളുടെ പെരുമാറ്റമാകാം. ഈ വിഷമെല്ലാം കൂടെ നമുക്ക് കുത്തുമ്പോൾ 60% ആദ്യം കിട്ടുമ്പോൾ വല്ലാതെ ക്ഷീണിക്കും. കീരി കാട്ടിക്കൊള്ളത് ഞായറാഴ്ച മധുമകളിൽ വന്നിട്ട് സൗഖ്യം പ്രാപിക്കണം. ബൈബിളിൽ വായിച്ചിട്ട് സൗഖ്യം പ്രാപിക്കണം. ഭക്തിയമാനം ആരംഭിച്ച് സൗഖ്യം പ്രാപിക്കണം. പിന്നെ വരുമ്പോൾ ഈ പാമ്പ് കുത്തും. പിന്നെ അത്രയും പാടുണ്ട്. വീണ്ടും പള്ളിയിൽ പോകണം. വീണ്ടും ബൈബിൾ വായിക്കണം. വീണ്ടും പ്രാർത്ഥിക്കണം. അവസാനം കൊത്തുമ്പോൾ പിന്നെ ഒരു പാമ്പ് വിളിക്കുകയില്ല. എല്ലാ പട്ടിനും വിളിക്കുകയില്ല. ഒരു ദിവസം വിളിക്കുകയില്ല. കീരി പാമ്പിനെ തോന്നിച്ചത് തിന്മയെ നമ്മൾ ജീവിക്കും. അങ്ങനെ ഒരു കോബ്ര ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. തിന്മയെ തോന്നിക്കുന്ന നന്മയുടെ പക്ഷം നിൽക്കുന്നു. ഒന്ന്, ഇതാണ് ക്രിസ്തു പറയുക, നിങ്ങൾ ഇടപെടാതെ നിരന്തരം പ്രാർത്ഥിക്കണം. ഇടപെടാതെ നിരന്തരം പ്രാർത്ഥിക്കണം. ഗുരു വെളുപ്പിന് വീരതയിൽ പോയി, രാത്രി വനത്തിലേക്ക് പോയി. ക്രിസ്തുവിന്റെ പതിവുകളായിരുന്നു. നമ്മുടെ കാരണന്മാരെയും പതിവുകളായിരുന്നു. മുടങ്ങാതെ ഞായറാഴ്ചകളിൽ വിശ്രമാനിക്ക് പോയ കാർമ്മവന്മാർ, പ്രാർത്ഥനയ്ക്ക് പോയ കാർമ്മവന്മാർ, വേദപുസ്തകം വായിച്ച കാർമ്മവന്മാർ, മലയാളം കൺവെൻഷൻ നടന്നുപോയി ഓലകളുടെ മധ്യത്തിൽ താഴേറിയിട്ടുള്ള കാർമ്മവന്മാർ. അതായിരുന്നു സഭയുടെ പതിവ്. ആ പതിവുകളുടെ കാലത്ത് സിംഹം പതിവ് പോലെ കാറ്റുള്ളത്, പുലി കടുവ പതിവ് പോലെ കാറ്റുള്ളത്, ആന കാട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കും. നമ്മൾ പതിവ് തെറ്റിച്ചപ്പോൾ പുലി കാട്ടിൽ തന്നെ പതിവ് തെറ്റിച്ചു, ആന കാട്ടിൽ തന്നെ പതിവ് തെറ്റിച്ചു. പഴയ പതിവിലേക്ക് നമ്മൾ പോകുമ്പോൾ പ്രപഞ്ചത്തിലും പ്രകൃതിയും ജീവജാലങ്ങളും ഒരു പഴയ പതിവുണ്ടാവും. പ്രാർത്ഥന വഴി ലോകത്തിൽ ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നീ പ്രാർത്ഥിക്കുക, നീ പ്രാർത്ഥിക്കുക. ആമേൻ. പ്രാർത്ഥിക്കാതെ നമ്മുടെ ദൈവത്തിൽ നിന്ന് സമർപ്പിക്കാം. കേട്ട വചനത്തെ ധ്യാനിക്കാം. ജീവിതയാത്രയിൽ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, വിശ്വാസങ്ങൾ, ആ വിശ്വാസത്തിനാണ് പഠിച്ച് നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാൻ പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മിസസ് ആനി ജോർജ് സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ. ഈ സന്ധ്യയിലായി സമയത്തിനായി, നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം പറഞ്ഞ അച്ഛനായി സ്തോത്രം പിതാവേ. കേട്ട എല്ലാ ദൈവജനത്തിനായി സ്തോത്രം പിതാവേ. കർത്താവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവമേ, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ